ഹലോ ഹായ് മക്കളെ. അപ്പൊ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് സീരീസ്, നമ്മുടെ 2025 നീറ്റിന് വേണ്ടിയിട്ടുള്ള ഫാസ്റ്റ് ട്രാക്ക് സീരീസിലെ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് വന്നിരിക്കാൻ. ഓക്കെ, സോ നമ്മൾ കെമിസ്ട്രിയിലെ ഓൾ ചാപ്റ്റേഴ്സ് ഇങ്ങനെ റിവൈസ് ചെയ്ത് വൺ ഷോട്ട് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തി. എല്ലാ കോൺസെപ്റ്റുകളും വളരെ ഡീപ്പായിട്ട് തന്നെ എന്നാൽ ചുരുക്കിയുള്ള അവേഴ്സിൽ നമ്മൾ എടുത്തു തീർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ കൂടെ തന്നെ കോൺസെപ്റ്റിലൊക്കെ പഠിച്ചു വരിക. അപ്പൊ കോൺസെപ്റ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് കിട്ടുന്ന അത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കാം. ഇപ്പോൾ നമുക്ക് ബോർഡ് എക്സാംസ് ആയാലും നമുക്ക് നോക്കുമ്പോഴേ മനസ്സിലാവും ബോർഡ് എക്സാംസിന്റെ വരെ പാറ്റേൺസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. 2024 വരെ പിന്തുടർന്ന ഒരു പാറ്റേൺ അല്ല ബോർഡ് എക്സാംസിൽ പോലും ഉള്ളത് 2025 ആയപ്പോഴേക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം? നീറ്റിലും നമ്മൾ ആ ലെവലിലേക്ക് നമുക്ക് എന്ത് വന്നാലും എങ്ങനെ ഇനി പാറ്റേൺ ചേഞ്ച് ആയാലും നമ്മുടെ സ്റ്റഡി മെത്തേഡ് കൊണ്ട് അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങി. ഇനി നമ്മുടെ ഫുൾ എഫേർട്ട് കൊടുത്ത് നിങ്ങൾ അങ്ങ് പഠിച്ചോളാം. റിസൾട്ട് ഉറപ്പായിട്ടും ആ എഫേർട്ടിനുള്ള റിസൾട്ട് നമുക്ക് ലഭിച്ചിരിക്കും. സോ നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് ഇടുക, ഉറപ്പായിട്ടും ആ എഫേർട്ടിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്ന വിശ്വാസത്തോടു കൂടി തന്നെ ഓരോ കോൺസെപ്റ്റും നിങ്ങൾ പഠിക്കാം. ചുമ്മാ എല്ലാം ഇങ്ങനെ വാരി വെച്ച് പഠിക്കാതെ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തന്നെ സ്വയം ഡെവലപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവാ. ഇപ്പോൾ സ്റ്റഡി മെത്തേഡ് എന്താണോ ഫോളോ ചെയ്യുന്നത് അതൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓക്കെ, ഇങ്ങനത്തെ ഫാസ്റ്റ് ട്രാക്ക് സീരീസുകളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നന്നായിട്ട് പഠിക്കാൻ, നല്ലതായിട്ട് എഫർട്ട് ഇടുക, റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്ററിന്റെ ഫാസ്റ്റ് ട്രാക്ക് 1 ഷോട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. ഏതാ ചാപ്റ്റർ എന്നറിയോ? യെസ്, +1 കെമിസ്ട്രിയിലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. യെസ്, അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. പൊതുവെ കുട്ടികൾക്കൊക്കെ അതിന്റെ ന്യൂമറിക്കൽസ് വരുമ്പോൾ കോൺസെപ്റ്റ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. പക്ഷെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ അറ്റൻഡ് ചെയ്യും, കുറച്ച് പാടാണ് ആ ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു പാടും വരാതെ തന്നെ ഈസി ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ എങ്ങനെ അതിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം, അതിനെന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ, എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട. അപ്പൊ ഈ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നതിൽ മോൾ കോൺസെപ്റ്റ് ആണ് കൂടുതൽ കുട്ടികൾക്കും ക്ലാസ്സുകൾ വേണ്ടത്. ക്ലാസ്സുകൾ വേണം മിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മോൾ കോൺസെപ്റ്റ് ആണ്. സോ മോൾ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ നോക്കി അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ സെറ്റ് ആക്കിയിട്ടേ നമ്മൾ വിടത്തുള്ളൂ. ഓക്കെ അല്ലേ? സോ നമ്മുടെ +1 കെമിസ്ട്രിയിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സം ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് ഏതൊക്കെ ടോപ്പിക് ആണ് നമ്മുടെ NTA അപ്ഡേറ്റഡ് സിലബസ് അനുസരിച്ച് ഏതൊക്കെ ടോപ്പിക് ആണ് വരാൻ ചാൻസ് ഉള്ളത്, ആ ടോപ്പിക് അനുസരിച്ചാണല്ലോ നമ്മൾ നമ്മുടെ സ്റ്റഡി മെത്തേഡും അതുപോലെ തന്നെ നമ്മുടെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന സിലബസ്, നമുക്ക് ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പോവാം അല്ലെ. സിലബസിലെ ഓരോ ടോപ്പിക് നിങ്ങൾ കവർ ചെയ്യുമ്പോഴും ടിക്ക് ചെയ്ത് പോവാം. അപ്പൊ ഓരോ ടോപ്പിക് വൈസ് ആണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് പോകുന്നത്. അപ്പൊ ഇത് വൺ ഷോട്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ആ പറയുന്ന സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും മിസ് ഇവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ എന്താണ് ഇനി സിലബസിൽ പറഞ്ഞിരിക്കുന്നത്? ആ സിലബസിനെ നമുക്കൊന്ന് വൺ ഷോട്ട് ആക്കി എഴുതാം. ഓക്കെ, സിലബസിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സം ബേസിക് കോൺസെപ്റ്റ്. അത് കഴിഞ്ഞിട്ട് സിലബസിലേക്ക് നമുക്ക് പോവാം. സിലബസിലേക്ക് നമ്മൾ പോകുമ്പോൾ നോക്കിക്കേ, സിലബസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്ന് ചോദിച്ചാൽ, ദ ടോപ്പിക്സ് ടു കവർ ഏതാന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ് അല്ലെ, ആറ്റംസും മോളിക്യൂൾസും. അതിനെ പറ്റിയിട്ടൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. സെക്കൻഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നാൽ മോള്. എന്താണ് മോള്? മോൾ ആൻഡ് ഇറ്റ്സ് കാൽക്കുലേഷൻ. മോളും അതിന്റെ കാൽക്കുലേഷൻസും നമുക്ക് വേണം. മോൾ ആൻഡ് ഇറ്റ്സ് കാൽക്കുലേഷൻസ്, മോളും അതുമായിട്ട് വരുന്ന കാൽക്കുലേഷൻസ്. ദെൻ തേർഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ സ്റ്റോഷിയോമെട്രി. എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് ദ സ്റ്റോഷിയോമെട്രി. ആൻഡ് ഫോർത്ത് ടോപ്പിക് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ദ കോൺസെൻട്രേഷൻ ടേംസ്. ദ കോൺസെൻട്രേഷൻ ടേംസ്. സോ നമ്മുടെ സിലബസിനെ നമ്മൾ ബ്രോഡ് ആയിട്ടൊന്ന് ചുരുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് വരുന്നത്. നമുക്ക് നമ്മുടെ NTA പറഞ്ഞ സിലബസിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മുടെ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എന്താണ്, മോളിക്കുലർ മാസ് എന്താണ്, ഡാറ്റ ആൻഡ് അറ്റോമിക് തിയറി, അവിടെ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ്. ദെൻ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, അങ്ങനെ പോകും. ഈ പറയുന്ന മിസ് എഴുതിയിരിക്കുന്ന സിലബസിൽ, അതായത് ഒന്ന് ചുരുക്കി എഴുതുക, ഇതെല്ലാം വരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ് എംപിരിക്കൽ ഫോർമുല വരെ നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം ഇവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും, പേടിക്കൊന്നും വേണ്ട കേട്ടോ. സോ ബ്രോഡ് ആയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ടും കവർ ചെയ്യാനുള്ളത്. ഇത് വരുന്നുണ്ട് നമ്മുടെ എല്ലാ ടോപ്പിക്കുകളും. ഓക്കെ അല്ലേ? സോ അങ്ങനെ നോക്കുമ്പോൾ
നമ്മുടെ ഇന്ത്യയെ പറഞ്ഞ സിലബസിലുള്ളത് എന്തൊക്കെയാണെന്ന് അറിയാമോ? മാറ്റർ, ആദ്യം മാറ്ററിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യണം. മാറ്റർ, അതിന്റെ നേച്ചർ, മാറ്റർ ആൻഡ് ഇറ്റ്സ് നേച്ചർ. ദെൻ നമ്മുടെ ഡാൽട്ടന്റെ അറ്റോമിക് തിയറി, ദെൻ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്, ഈസി എന്നില്ല അല്ലെ. ദെൻ മോൾ കോൺസെപ്റ്റ്, പിന്നെ മോൾ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാണ്ട്. ദെൻ മോളാർ മാസ്, പെർസെന്റേജ് കോമ്പോസിഷൻ, ദെൻ ഇംപിരിക്കൽ ഫോർമുല, ദെൻ ലാസ്റ്റ് ലിമിറ്റിംഗ് റിയേജന്റ്, ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ കെമിക്കൽ ഇക്വേഷൻസ്, സ്റ്റോഷിയോമെട്രി. സോ ഇതിനെല്ലാം ചുരുക്കിയാണ് മിസ് ഈ 4 ടോപ്പിക്കുകളായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഈ 4 ടോപ്പിക്കും നമുക്ക് വളരെ വാസ്റ്റ് ആയിട്ട് നല്ല വിശദമായിട്ട് ഡെപ്തിൽ തന്നെ കവർ ചെയ്ത് പോകാം. ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. സോ വീണ്ടും നമുക്ക് സമയം ഒന്നും കളയാനില്ല. നമ്മൾ അടുത്ത ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കയറുകയാണ്. സോ അറ്റ് ഫസ്റ്റ് നമ്മുടെ സിലബസിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാ? യെസ് മക്കളെ, മാറ്റർ എന്താണെന്ന് നമുക്കറിയാം. നിങ്ങൾ 8ാം ക്ലാസ്സിലോ അല്ല 9ാം ക്ലാസ്സിലോ എവിടെയോ പഠിക്കുന്നതാണ് മാറ്റർ. നമ്മൾ ആ ഒരു കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ആളാണ്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ മാറ്റർ എന്ന് പറയുന്ന ആളിനെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്ററിന് എന്തൊക്കെ കാണും? യെസ്, വോളിയം ഉണ്ട്, ദെൻ ഷേപ്പ് ഉണ്ട്, ഇതൊക്കെ നമുക്കറിയാം അല്ലെ. പിന്നെ എന്താ, മാസ് ഉണ്ട്, ഇതെല്ലാം മാറ്റർ ആണ്. ഇനി മാറ്ററിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം മക്കളെ? മാറ്ററിനെ നമുക്ക് 2ആയിട്ട് മെയിൻലി ക്ലാസിഫൈ ചെയ്യാം. അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? യെസ്, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനും കെമിക്കൽ ക്ലാസിഫിക്കേഷനും. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്? യെസ്, സോളിഡ്, ദെൻ ലിക്വിഡ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇനി നോക്കിക്കേ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ അവിടെ നിൽക്കട്ടെ. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അപ്പൊ അവരുടെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോളിഡിലെയും ലിക്വിഡിലെയും ഗ്യാസിലെയും ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി എന്താണ് ഈ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അഥവാ IMF എന്ന് നമുക്ക് ചുരുക്കി എഴുതാം. എന്താണ് ഈ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? യെസ്, ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ട്രൈസ് ടു കീപ് ദ പാർട്ടിക്കിൾസ് ടുഗദർ. പാർട്ടിക്കിൾസിനെ അടുത്തടുത്ത് നിൽക്കാൻ സഹായിക്കുന്ന പാർട്ടിക്കിളിനെ ഒന്നിച്ച് ഹെൽഡ് ടുഗദർ ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമുക്ക് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം. Then what about the thermal energy? Intermolecular force of attraction. Okay, ഇനി എന്താ ഈ തെർമൽ എനർജി എന്ന് അറിയാമോ? നമ്മൾ എന്താണോ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്, അതായത് പാർട്ടിക്കിൾസിനെ ഹെൽഡ് ടുഗദർ ചെയ്യാൻ ആവശ്യമുള്ളതാണ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ആര്? ഈ പറഞ്ഞ തെർമൽ എനർജി എന്നുള്ളത്. ഓക്കെ, അതായത് എനർജി, ഇറ്റ് ഈസ് ദ എനർജി ഡ്യൂ ടു motion of particles in the system. It is the energy due to the motion of particles. അതെന്ന് പറയുന്നത് നമ്മുടെ IMF അല്ലെങ്കിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതെന്താ ചെയ്യുന്ന ഈ തെർമൽ എനർജി? ഇറ്റ് കെപ്റ്റ് ദ പാർട്ടിക്കിൾസ് അപ്പാർട്ട്. എന്തിനു സഹായിക്കുന്നു? ഇറ്റ് ട്രൈസ് ടു kept the particle apart. അപ്പൊ പാർട്ടിക്കിളിനെ ഒന്നിച്ച് നിർത്തുന്നത് ആരാണ്? യെസ്, ഇറ്റ് ഈസ് ദ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾസിനെ മാറ്റി നിർത്തുന്നത് എന്താണ്? ട്രൈസ് ടു കീപ് അപ്പാർട്ട് ദ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആരാണ്? യെസ്, നമ്മുടെ തെർമൽ എനർജിയാണ്. കിട്ടിയോ? മനസ്സിലായോ? സോ 2 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ഒന്ന് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആൻഡ് ദെൻ ദ തെർമൽ എനർജി. ഓക്കെ അല്ലേ? സോ അപ്പൊ നമ്മൾ സോളിഡ് പറഞ്ഞു, നമ്മൾ ലിക്വിഡ് പറഞ്ഞു, നമ്മൾ ഗ്യാസ് പറഞ്ഞു. ഇവരുടെ 3 പേരുടെയും തെർമൽ എനർജിയും ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഒന്ന് പറഞ്ഞേ. സോളിഡിന്റെ കേസ് എടുക്കാം. സോളിഡിൽ എന്ത് കൂടുതലായിരിക്കും? യെസ്, അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് കൂടുതൽ തെർമൽ എനർജിയേക്കാൾ. സോ അവിടെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് തെർമൽ എനർജിയേക്കാൾ വളരെ വളരെ കൂടുതലാണ് അല്ലേ? തെർമൽ എനർജിയേക്കാൾ വളരെ വളരെ കൂടുതലാണ്. ഇനി ഗ്യാസിന്റെ കേസ് നോക്കിക്കേ. ഗ്യാസിൽ എന്തിനുള്ള ടെൻഡൻസിയാണ്? പാർട്ടിക്കിൾസ് മൂവ് അപ്പാർട്ട് ആണ്. പാർട്ടിക്കിൾസ് മൂവ് അപ്പാർട്ടിന് സഹായിക്കുന്നതാണ് തെർമൽ എനർജി. സോ ഗ്യാസിന്റെ കേസിൽ എന്തായിരിക്കും കൂടുതൽ? ഒബ്വിയസ്ലി അവിടെ
തെർമൽ എനർജി എന്ന് പറയുന്നത് അല്ലെ, അവരുടെ തെർമൽ എനർജി എന്ന് പറയുന്നത് വളരെ 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 കൂടുതലായിരിക്കും എന്തിനേക്കാൾ? ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനേക്കാൾ. കിട്ടിയോ? ഇനി ലിക്വിഡിന്റെ കേസിൽ എന്താണ്? ഇതൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിലായിരിക്കും ലിക്വിഡില് ഇരിക്കുന്നത്, ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിലായിരിക്കും. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയോ? ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ ആദ്യം നമ്മൾ പറഞ്ഞു സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, ആൻഡ് ദെൻ വി ഡിസ്കസ് അബൌട്ട് ദ intermolecular force of attraction. And what is intermolecular force of attraction? Yes, it tries to keep the particles together. Okay, then what about the thermal energy? Thermal energy എന്തിനെ പറ്റിയിട്ടാണ് ഡീൽ ചെയ്യുന്നത്? Yes, it tries to keep the particle apart. So നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസിന്റെ ഈ പറയുന്ന ഇന്റർമോളിക്കുലാർ ഫോഴ്സും ആൻഡ് ദെൻ തെർമൽ എനർജിയും കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അവരുടെ റേറ്റ് എങ്ങനെയാണ്? സോളിഡ്സിന്റെ കേസിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ആണ് ഗ്രേറ്റർ ആയിട്ടിരിക്കുന്നത് കമ്പയർ ടു ദ തെർമൽ എനർജി. ആൻഡ് ഗ്യാസിന്റെ കേസിൽ വന്നപ്പോഴോ യെസ്, ഗ്യാസിന് തെർമൽ എനർജിയാണ് കൂടുതൽ അല്ലേ? സോ ഇറ്റ് കീപ് ദ പാർട്ടിക്കിൾസ് അപ്പാർട്ട്. Clear ആയല്ലോ? It's the classification about that deals with the physical classification, and then we are moving to the chemical classification. ഇനി നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് കെമിക്കൽ ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടാണ്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ നോക്കിക്കേ, കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പാർട്ടിക്കിൾസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, മെയിൻലി നമ്മൾ രണ്ടായിട്ട് കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? യെസ്, പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സ് എന്നുമാണ് നമ്മൾ ബ്രോഡ്ലി നമ്മുടെ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ ഈ പ്യുവർ സബ്സ്റ്റൻസിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്യുവർ സബ്സ്റ്റൻസ് ഈസ് ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻടു എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. എലമെന്റ്സ് ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ? എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ മിക്സ്ചേഴ്സിനെയും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. യെസ്, ഹോമോജീനസ് മിക്സ്ചേഴ്സ് ആൻഡ് ഹെറ്ററോജീനസ് മിക്സ്ചേഴ്സ്. ഇങ്ങനെ നമുക്ക് മിക്സ്ചേഴ്സിനെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാല് അതിൽ ഒരു ആളുകൾ മാത്രമേ കാണത്തുള്ളൂ, ഒരു ഡെഫിനിറ്റ് റേഷ്യോയിലൊക്കെ ആയിരിക്കും. ഇവിടെ എന്താണ് മിക്സ്ചേഴ്സിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവിടെ ഒരു ഫിക്സഡ് റേഷ്യോ ഒന്നുമില്ല. നോ ഫിക്സ്ഡ് റേഷ്യോ, ഒരു ഫിക്സഡ് റേഷ്യോ ഒന്നുമില്ല. ഇനി എന്താണ് ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ? യെസ്, യൂണിഫോം ആയിട്ടുള്ളതായിരിക്കും അല്ലെ? യൂണിഫോം കോമ്പോസിഷനിലുള്ളവരെയാണ് നമ്മൾ ഹോമോജീനിയസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ? യെസ്, നോൺ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും അല്ലെ? ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ യൂണിഫോം കോമ്പോസിഷനും ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോൺ യൂണിഫോം കോമ്പോസിഷനുമാണ്. ആൻഡ് ദെൻ പ്യുവർ സബ്സ്റ്റൻസ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്, എലമെന്റ്സ് എന്നും കോമ്പൗണ്ടുകൾ എന്നും. സോ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് നിങ്ങൾക്ക് അറിയാം എന്താണ് പ്രത്യേകത? ഇറ്റ് കൺസിസ്റ്റ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം. അതിൽ ഒരു ടൈപ്പ് ആറ്റം മാത്രമേ കാണുള്ളൂ അല്ലെ? ഓൺലി വൺ type of atom, only consist of one type of atom. എക്സാമ്പിൾ നമുക്ക് ഏത് പറയാം? ഇപ്പൊ അയൺ അല്ലെ, ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ. സോഡിയം അല്ലെ, O2 ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? യെസ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റം. അതിൽ എന്തുണ്ട്? മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് കോമ്പൗണ്ട്. ആൻഡ് ഓൾസോ ദെൻ ഇറ്റ് ഈസ് കൺസിഡർ ഇൻ എ ഫിക്സഡ് റേഷ്യോ. അവർ എന്തിലായിരിക്കും? ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും തുടർച്ചയായിട്ടിരിക്കുന്നത്. സോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വാട്ടർ H2O അല്ലെ, മോർ ദാൻ വൺ ആറ്റം ഉണ്ട് H2O. ദെൻ CO2 മോർ ദാൻ വൺ ആറ്റം ഉണ്ട്. ആൻഡ് ദേ ആർ കെപ്റ്റ് ടുഗദർ ഇൻ എ ഫിക്സഡ് റേഷ്യോ. സോ വി ക്യാൻ ക്ലാസിഫൈ ദം ഇൻടു കോമ്പൗണ്ട്സ്. ക്ലിയർ ആയോ? അപ്പൊ മാറ്റർ എന്താണെന്ന് മനസ്സിലായി. മാറ്ററിന്റെ ബ്രോഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് കിട്ടി. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ മനസ്സിലായി. ദെൻ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, അവിടെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെ വരുന്നു, തെർമൽ എനർജി എങ്ങനെ വരുന്നു എന്ന് കണ്ടു. ദെൻ വി മൂവ് ടു ദ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. സോ ഇറ്റ് ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. യെസ്, എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. ആൻഡ് മിക്സ്ചേഴ്സിനെ ഹോമോജീനസ് മിക്സ്ചേഴ്സ് എന്നും ഹെറ്ററോജീനസ് മിക്സ്ചേഴ്സ് എന്നും നമ്മൾ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. ഹെറ്ററോജീനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണ്. ആൻഡ് ദെൻ വി മൂവ് ടു ദ പ്യുവർ സബ്സ്റ്റൻസ്.
പ്യുവർ സബ്സ്റ്റൻസ് നമ്മൾ എലമെന്റ്സ് എന്താണ്, കോമ്പൗണ്ട്സ് എന്താണെന്നാണ് പഠിച്ചത്. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം, ഒരു ടൈപ്പ് ആളുകൾ മാത്രമേ കാണുള്ളൂ. ആൻഡ് ദെൻ വാട്ട് അബൌട്ട് ദ കോമ്പൗണ്ട്സ്, കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റം ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ. സെറ്റ് ആണല്ലോ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് H2O മോളിക്യൂൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമുക്ക് നമ്മുടെ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ക്ലിയർ ആയോ? മാറ്റർ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് വരുന്നത്, മാറ്ററും അതിന്റെ ക്ലാസിഫിക്കേഷനും. സെറ്റ് അല്ലേ? നിങ്ങൾ അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ കുറച്ചൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒന്നും കൂടെ നിങ്ങളുടെ ഓർമ്മകളൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുത്തു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഫസ്റ്റ് പാർട്ടായിരുന്നു നമ്മുടെ മാറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാലോ. ഓക്കെ, സോ നമുക്ക് ഇനി എന്താണ്, നമ്മൾ അതും പഠിച്ചിട്ടുള്ളതാണ്, ആറ്റം എന്താണ്, മോളിക്യൂൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് അല്ലെ. ഈ ചാപ്റ്ററിൽ എന്ന് പറയുന്നത് എന്താണ്, സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, കെമിസ്ട്രിയിലെ ഒരു ബേസിക് കോൺസെപ്റ്റ് അല്ലേ, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉടനീളം പഠിക്കുന്നത്. നമുക്ക് ആദ്യം ഇത്രയുമുള്ള ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലായാലേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ, യെസ് സ്മോൾ കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്നതേ എന്താണ്, യെസ് കെമിസ്ട്രി എന്ന് പറയുന്നതേ സ്റ്റഡി ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ്. അപ്പൊ കെമിസ്ട്രി എന്ന് പറയുന്നതേ എന്താണ്, ഇറ്റ്സ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ്. അപ്പൊ ഈ പറയുന്ന ആറ്റംസ് എന്താണ്, മോളിക്യൂൾസ് എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകണ്ടേ, വേണം. സോ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ് ആറ്റംസ്, എന്താണ് ഈ ആറ്റംസ് എന്ന് പറഞ്ഞാൽ. യെസ്, ആറ്റം എന്ന് പറഞ്ഞാലുള്ള ഡെഫിനിഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ. മാറ്ററിന്റെ സിംപ്ലസ്റ്റും സ്മോളസ്റ്റും ആയിട്ടുള്ള യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നത്. യെസ്, ആറ്റം ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ. മാറ്ററിന്റെ സിംപ്ലസ്റ്റും സ്മോളസ്റ്റും ആയിട്ടുള്ള യൂണിറ്റ് ആണ് മാറ്റർ. അതായത് സേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, അയൺ, ഇതൊക്കെ എന്താണ്, സ്മോളസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റേഴ്സ് ആണ്. ഇനി എന്താണ് മൊളിക്യൂൾസ്, എന്താണ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ, യെസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ആറ്റം. ഒരാറ്റത്തിൽ കൂടുതലുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോർ ദാൻ വൺ ആറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. അതായത് O2 അല്ലെങ്കിൽ N2 അല്ലെങ്കിൽ H2 അല്ലെങ്കിൽ H2O അല്ലെങ്കിൽ CO2, ഇതെല്ലാം എന്താണ്, മോളിക്യൂൾ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം വരുന്നത് ഏത് കാറ്റഗറിയിലാണ്, മോളിക്യൂൾസിലാണ്. ഇനി വേറൊരു ടേമും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ് അറ്റോമിസിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് അറ്റോമിസിറ്റി? അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്നതിനെയാണ് അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ, അല്ലെങ്കിൽ ഇറ്റ് ഡീൽസ് വിത്ത് ദ നമ്പർ ഓഫ് ആറ്റംസ്. എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്നതിനെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, അറ്റോമിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ O2 അല്ലെങ്കിൽ S8, ഓക്കെ, അല്ലെങ്കിൽ P4, ഇതിലൊക്കെ ഉള്ള അറ്റോമിസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, O2 എന്നതിൽ എത്ര ആറ്റംസ് ആണ്, അല്ല നമ്പർ ഓഫ് ആറ്റംസ് ആണ് അറ്റോമിസിറ്റി എങ്കിൽ O2 എന്നുള്ളതിന്റെ അറ്റോമിസിറ്റി എത്രയാണ്, S2 ആണ്. ഇനി S8 നമ്പർ ഓഫ് ആറ്റംസ് ആണ് അറ്റോമിസിറ്റി, അപ്പൊ S8 എന്നുള്ളതിന്റെ അറ്റോമിസിറ്റി എത്രയാണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 8, സോ 8 ആണ് അറ്റോമിസിറ്റി. ഇനി P4 എന്നുള്ളതിന്റെ അറ്റോമിസിറ്റി എത്രയാണ്, 4 ആണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 നമ്പർ ഓഫ് ആറ്റംസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെയോ C12, H22, O11 എത്രയാണ് മക്കളെ ഇതിന്റെ അറ്റോമിസിറ്റി എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ അറ്റോമിസിറ്റി എത്ര വരും, യെസ് 12 പ്ലസ് 22 പ്ലസ് 11 അല്ലേ, 12 പ്ലസ് 22 പ്ലസ് 11 എത്ര വരും, യെസ് 45 എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ്, ഇനി ഇതിൽ ഓരോന്നിന്റെയും നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഫൈൻഡ് ദ അറ്റോമിസിറ്റി ഓഫ് കാർബൺ. ഇതിലുള്ള കാർബണിന്റെ അറ്റോമിസിറ്റി ചോദിച്ചാൽ നമുക്ക് എത്ര പറയാം, 12. ദെൻ നമ്മൾ ചോദിക്കുകയാണ് ഫൈൻഡ് ദ അറ്റോമിസിറ്റി ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ അറ്റോമിസിറ്റി എത്രയാണ്, 22 ആണ്. ദെൻ നമ്മളോട് ചോദിക്കുകയാണ് ഫൈൻഡ് ദ അറ്റോമിസിറ്റി ഓഫ് ഓക്സിജൻ. എത്രയാണ് അറ്റോമിസിറ്റി ഓഫ് ഓക്സിജൻ, 11 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? സോ അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താണ് സംഭവം, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ്. അതിലെ നമ്പർ ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ ഏത് ടേം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അറ്റോമിസിറ്റി എന്നത് കൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ഈ മോളിക്യൂളിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മൾ മോളിക്യൂൾസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. മോളിക്യൂൾസിനെ നമുക്ക് ബ്രോഡായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഹോമോ അറ്റോമിക് മോളിക്യൂൾ എന്നും
ഹെറ്ററോ അറ്റോമിക് മോളിക്യൂൾ എന്നും നമുക്ക് രണ്ടായിട്ട് മോളിക്യൂൾസിനെ ക്ലാസിഫൈ ചെയ്യാം. എന്താണ് മക്കളെ ഈ ഹോമോ അറ്റോമിക്കും എന്താണ് ഈ ഹെറ്ററോ അറ്റോമിക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹോമോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെയുണ്ട്. ഹോമോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം. അപ്പൊ ഹോമോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ആയിരിക്കും അല്ലെ. സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് വരുന്നവരെയാണ് നമ്മൾ ഹോമോ അറ്റോമിക് എന്ന് വിളിക്കുന്നത്. അപ്പോ ഹെറ്ററോ അറ്റോമിക് എന്തായിരിക്കും? ഉറപ്പായിട്ടും യെസ്, ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ്. അപ്പൊ ഹോമോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ആണെങ്കിൽ ഹെറ്ററോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആറ്റംസ് ആണ് അതിൽ വരുന്നത്. സോ ഹോമോ അറ്റോമിക് എന്ന് പറഞ്ഞ എക്സാമ്പിൾ O2 അല്ലെങ്കിൽ O3, S8, P4 ഇവരെല്ലാം എന്താണ്? സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് അല്ലേ. സോ ഇവരെല്ലാം എന്താണ്? എലമെന്റ്സ് അല്ലേ. എലമെന്റ്സ് ആണ്. ഇനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, H2O, H2SO4 ഇവരുടെ എല്ലാം പ്രത്യേകത എന്താ? ഇവരെല്ലാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആറ്റംസ് ആണ്. ഇവരെന്താണ്? കോമ്പൗണ്ട്സ് ആണ് അല്ലേ. കോമ്പൗണ്ടുകളാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് മോളിക്യൂൾസിനെ പറ്റി പറയാനുള്ളത്. സോ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആറ്റംസ് എന്താണ്, മോളിക്യൂൾസ് എന്താണ്, നമ്മളതിന്റെ ക്ലാസിഫിക്കേഷൻസ് കൃത്യമായിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്ത് എഴുതി. ഇനി മോളിക്യൂളും ആറ്റവും തമ്മിൽ നമുക്കൊരു മാപ്പ് വരച്ച് നോക്കിയാല് മോളിക്യൂൾ ഇവിടെ നിൽക്കട്ടെ, ആറ്റം ഇവിടെ നിൽക്കട്ടെ. ഇതിനെ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും? മോളിക്യൂൾ ഇൻറ്റു അറ്റോമിസിറ്റി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എത്ര ആറ്റം എന്ന് കിട്ടും. ഇനി ആറ്റത്തിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് വരാം? ആറ്റത്തിനെ അറ്റോമിസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മോളിക്യൂളിൽ എത്താൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? അറ്റോമിസിറ്റി. ആറ്റത്തിനെ അറ്റോമിസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾ ആൻഡ് മോളിക്യൂൾ ഇൻറ്റു അറ്റോമിസിറ്റി നമുക്ക് നമ്പർ ഓഫ് ആറ്റംസും കിട്ടും. സോ ക്ലിയർ ആയല്ലോ? ആ ടോപ്പിക് ഒക്കെ കുക്കിയല്ലേ? സോ നെക്സ്റ്റ്, ഇനി ആറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഈ ആറ്റത്തിനെയും മോളിക്യൂൾസിനെയൊക്കെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? മാസ് നമ്പർ എന്താണ്, അറ്റോമിക് നമ്പർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. സോ ആറ്റംസിനെ പറ്റി ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ അറിയണം എന്താണ് അറ്റോമിക് നമ്പർ. ഇതൊക്കെ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളത് അല്ലെ. അറ്റോമിക് നമ്പറിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? യെസ്, ക്യാപിറ്റൽ Z കൊണ്ടിട്ടാണ് നമ്മൾ അറ്റോമിക് നമ്പറിനെ റെപ്രസെന്റേഷൻ നടത്തുന്നത് അല്ലെ. ഇനി എന്താണ് മാസ് നമ്പർ? അറ്റോമിക് നമ്പർ പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ആരെ പറ്റിയും പറഞ്ഞിരിക്കണം? മാസ് നമ്പറിനെയും പറ്റിയിട്ടും പറഞ്ഞിരിക്കണം. മാസ് നമ്പറിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? യെസ്, ക്യാപിറ്റൽ A വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എന്താണ് അറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ? നോക്കിക്കേ, എന്താണ് അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം അല്ലെ. It is the number of protons present in the nucleus of an atom. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിലുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ എണ്ണത്തെ നമുക്ക് എന്ത് പറയാം? അറ്റോമിക് നമ്പർ എന്ന് പറയാം. ഇനി വാട്ട് അബൌട്ട് ദ മാസ് നമ്പർ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. എന്താ മക്കളെ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സം ഓഫ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസിനെയാണ് നമ്മൾ ചേർത്തിട്ട് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. സോ മാസ് നമ്പർ ഡീൽസ് വിത്ത് ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. ന്യൂക്ലിയസിലുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ മാസ് നമ്പർ അഥവാ A കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അറ്റോമിക് നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണ്? ഇനി നമ്മുടെ ഒരു എലമെന്റ്, ഇപ്പൊ X എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എലമെന്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റേഷൻ നടത്തുന്നത്? A നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടും നമ്മുടെ എന്താണ് അറ്റോമിക് നമ്പർ Z-നെ നമ്മൾ എന്തായിട്ടും സബ്സ്ക്രിപ്റ്റ് ആയിട്ടും കൊടുക്കും. ഈ മുകളിൽ എഴുതുന്നതിനാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. സൂപ്പർ സ്ക്രിപ്റ്റ് ആൻഡ് താഴെ എഴുതുന്ന നമ്മുടെ അറ്റോമിക് നമ്പർ ആണ് എന്ത്? സബ്സ്ക്രിപ്റ്റ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. സോ ഇപ്പം ഓക്സിജൻ ആണെങ്കിൽ നമുക്കറിയാം സിമ്പിൾ എന്താണ്? O ആണ്. ഓക്സിജന്റെ മാസ് നമ്പർ എത്രയാണ്? 16 അല്ലെ. അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 18. അതേപോലെ നൈട്രജൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. നൈട്രജന്റെ മാസ് നമ്പർ 14 അതിന്റെ അറ്റോമിക് നമ്പർ 7. നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും അല്ലെ. പക്ഷെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുമോ? ഇല്ല. എന്താണ്? കാർബണിന്റെ അറ്റോമിക് നമ്പർ ആണ് 6, മാസ് നമ്പർ ആണ് 12. അപ്പൊ നമ്മൾ ഈ റെപ്രസെന്റേഷൻ എന്താണ്? തെറ്റാണ്. എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം? 12 and 6 ഇതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ജനറലി നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് സബറ്റോമിക് പാർട്ടിക്കിളെ പറ്റി ഒന്ന് നോക്കാം. എന്താണ് സബറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് നോക്കാം. നോക്കിക്കേ, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്.
ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റംത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ, ഒന്ന് പുതുക്കുന്നേ ഉള്ളൂ. ഏതൊക്കെയാണ് നമുക്ക് നമ്മുടെ സബറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ? യെസ്, ഒന്നാമത്തെ സബറ്റോമിക് പാർട്ടിക്കിൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന നമ്മുടെ ഇലക്ട്രോൺ. രണ്ടാമത്തെ ആള് യെസ് നമ്മുടെ പ്രോട്ടോൺ. മൂന്നാമത്തെ മകന്റെ പേരെന്താണ്? യെസ് ന്യൂട്രോൺ. അപ്പൊ സബറ്റോമിക് പാർട്ടിക്കിൾസ് ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ, ഇവരെ പറ്റിയിട്ടാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പൊ നോക്കിക്കേ, ഇവരുടെ ചാർജ് ആദ്യം നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇവരുടെ ചാർജുകൾ. സോ അബ്സല്യൂട്ട് ചാർജ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഇലക്ട്രോണിന്റെ അബ്സല്യൂട്ട് ചാർജ് എന്താണ്? യെസ് -1.6 into 10⁻⁻19 കൂളം. പ്രോട്ടോൺ ആവുമ്പോഴോ ആ മൈനസ് എന്താവും? പോസിറ്റീവ് ആവും. 1.6 into 10⁻⁻19 കൂളമാണ്. ഇനി ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ്ലെസ് ആണ്, 0 ആണ് ചാർജ്. ഇത് അവരുടെ അബ്സല്യൂട്ട് ചാർജ്. ഇനി അവരുടെ റിലേറ്റീവ് ചാർജിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? റിലേറ്റീവ് ചാർജുകൾ. ഇവിടെ റിലേറ്റീവ് ചാർജ്, ഇലക്ട്രോണിന്റെ റിലേറ്റീവ് ചാർജ് -1 ആണ്. പ്രോട്ടോണിന്റെ റിലേറ്റീവ് ചാർജ് എന്താണ്? +1 ആണ്. ഇനി ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ഇല്ല, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പൊ ന്യൂട്രോണിന്റെ ചാർജ് എന്താണ്? ന്യൂട്രോണിന്റെ ചാർജ് 0 ആണ്. സെറ്റാണ്. ഇനി ഇവരുടെ മാസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഇവരുടെ 3 പേരുടെയും മാസ് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? എന്താണ് മാസ്? ഇലക്ട്രോണിന്റെ മാസ്. മാസ് നമുക്കറിയണം. ഇലക്ട്രോണിന്റെ മാസ് എങ്ങനെ നമുക്ക് എഴുതാം? ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 9.1 into 10⁻⁻31 കിലോഗ്രാം ആണ്. എന്താണ് പ്രോട്ടോണിന്റെ മാസ്? ഇലക്ട്രോൺ നമ്മൾ എല്ലായിടത്തും എഴുതുന്നതാണ് 9.1 into 10⁻⁻31. എന്താണ് ഇനി പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത്? യെസ് 1.67 into 10⁻⁻27 കിലോഗ്രാം ആണ്. എന്താണ് ന്യൂട്രോണിന്റെ മാസും? 1.67 into 10⁻⁻27 കിലോഗ്രാം ആണ്. ഇനി ഇവരുടെ ഇത് മാസ് ആണ്. ഇനി റിലേറ്റീവ് മാസ് എന്താണ്? അബ്സല്യൂട്ട് മാസ് ആണ് നമ്മൾ എഴുതിയത്. ഇവരുടെ റിലേറ്റീവ് മാസ് എന്താണ്? റിലേറ്റീവ് മാസുകൾ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും റിലേറ്റീവ് മാസ്. അപ്പം നമ്മുടെ ഇലക്ട്രോണിന്റെ റിലേറ്റീവ് മാസ് എന്ന് പറയുന്നത് 1/1837, അപ്രോക്സിമേറ്റ്ലി അത് 0 AMUക്ക് ഈക്വൽ ആണ്. ഇനി നമ്മുടെ പ്രോട്ടോണിന്റെ റിലേറ്റീവ് മാസ് എന്ന് പറയുന്നത് 1 AMU. എന്താണ് AMU? അറ്റോമിക് മാസ് യൂണിറ്റ്. ഇനി ന്യൂട്രോണിന്റെ റിലേറ്റീവ് മാസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 AMU ആണ്. അപ്പൊ AMU എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് AMU എന്നുള്ളത്? യെസ് അറ്റോമിക് മാസ് യൂണിറ്റ്. അറ്റോമിക് മാസ് യൂണിറ്റിനെയാണ് നമ്മൾ AMU എന്നതുകൊണ്ട് പറയുന്നത്. സോ ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നത്. നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലും ക്ലാസിഫിക്കേഷനിലും സം ബേസിക്കിലും ഒക്കെ പഠിച്ചതാണ്. സം ബേസിക്കിലെ ഫസ്റ്റ് ഒരു ഇൻട്രോ പോലെയാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. സെറ്റ് ആയോ നിങ്ങൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ? ആറ്റത്തിന്റെ കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ വരുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട് അല്ലെ? ഐസോട്ടോപ്പ്, ഐസോബാർ ഒക്കെ നമുക്ക് നോക്കണ്ടേ? നെക്സ്റ്റ് നമുക്ക് അതാണ് നോക്കാനുള്ളത്. നോക്കിക്കേ, ഒരു മാസ് ഓർഡർ നമ്മളിപ്പോ 3 പേരുടെയും മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ഇലക്ട്രോണും മാസ് ഓഫ് ന്യൂട്രോണും നമ്മൾ എഴുതി. അപ്പൊ അതിന്റെ മാസിന്റെ ഓർഡർ ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം അല്ലെ? മാസിന്റെ ഓർഡേഴ്സ് ഒന്ന് നോക്കാം. മാസ് ഓർഡർ എന്ന് നോക്കാം. എന്താണ് ഈ മാസ് ഓർഡർ എന്നുള്ളത്? ഓക്കെ, മാസ് ഓർഡർ നമ്മൾ നോക്കുമ്പം സോ മാസിന്റെ ഓർഡർ നമുക്ക് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും. മാസ് ഓർഡർ നമ്മൾ നോക്കുമ്പോൾ മാസ് ഓഫ് ന്യൂട്രോൺ, മാസ് ഓഫ് പ്രോട്ടോൺ ആൻഡ് മാസ് ഓഫ് ഇലക്ട്രോൺ. അപ്പൊ മാസ് ഓഫ് ന്യൂട്രോണും മാസ് ഓഫ് പ്രോട്ടോണും ഏകദേശം എന്താണ്? ഈക്വൽ ആയിട്ട് വരും. പക്ഷെ മാസ് ഓഫ് ഇലക്ട്രോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ വരും? മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് വളരെ 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 വലുതാണ് അല്ലെ? സോ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഈ ഓർഡറിനെ നമുക്കൊന്ന് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാം? ആർക്കാണ് കൂടുതൽ എന്ന് പറയാം? യെസ് മാസ് ഓഫ് ന്യൂട്രോൺ ആണ് കൂടുതൽ. ദെൻ ആര് വരും? മാസ് ഓഫ് പ്രോട്ടോൺ വരും. ദെൻ ഏറ്റവും കുറവ് ആർക്കാണ്? മാസ് ഓഫ് ഇലക്ട്രോൺ. ഇതാണ് ആ ഒരു കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓർഡർ പറയുകയാണെങ്കിൽ ഇതാണ്. ഓക്കെ, സ്പെസിഫിക്കൽ ഓർഡർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മാസ് ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ മാസിനെ നമുക്ക് എങ്ങനെ കണക്കാക്കാം? മാസ് ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കണക്കാക്കാൻ പറ്റും? യെസ്, ഇറ്റ് ഈസ് ദ mass due to proton plus mass due to neutron plus mass due to electron എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മാസ് ഓഫ് ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്യില്ല? എടുക്കില്ല. അത് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയുന്നതാണ്. ആരാണ് നിർണ്ണയിക്കുന്നത്? മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ ആണ് മാസ് ഓഫ് ആറ്റം എന്ന് പറയുന്നത്. സോ മാസ് ഓഫ് ആറ്റം എന്നുള്ളതിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു നമ്പർ ഓഫ് പ്രോട്ടോൺസ്
പ്ലസ് ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ന്യൂട്രോൺ ഇൻറ്റു നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇനി മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നതും മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നതും നമുക്ക് ഒന്നിച്ചെടുക്കാം അല്ലെ. അതായത് അപ്പൊ നമുക്ക് ഒന്നിച്ച് മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് എടുക്കാം. സോ അതായത് MP, അതായത് മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. നമുക്ക് സ്മോൾ ലെറ്റർ തന്നെ എഴുതാമേ. മാസ് ഓഫ് പ്രോട്ടോൺ ഓർ ദ മാസ് ഓഫ് ന്യൂട്രോൺ ഇൻറ്റു മാസ് നമ്പർ എന്ന് എഴുതിക്കൂടെ. ഇവരല്ലേ മാസ് നമ്പർ അല്ലേ, ഇൻറ്റു മാസ് നമ്പർ അല്ലെ. മാസ് നമ്പർ എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. സോ നമുക്ക് മാസ് നമ്പർ എന്ന് എഴുതാനായിട്ട് പറ്റും. സോ നമ്മൾ അതിനെ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് ദ അബ്സല്യൂട്ട് മാസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. absolute mass of an atom. Absolute mass of an atom of an element. ഒരു ആറ്റത്തിന്റെ അബ്സല്യൂട്ട് മാസിനെ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, ഇറ്റ് ഈസ് ഈക്വൽ ടു ദ മാസ് നമ്പർ ഇൻറ്റു മാസ് ഓഫ് വൺ പ്രോട്ടോൺ, മാസ് നമ്പർ ഇൻറ്റു മാസ് ഓഫ് വൺ പ്രോട്ടോൺ ഓർ മാസ് ഓഫ് വൺ ന്യൂട്രോൺ എന്ന് നമുക്ക് എഴുതിക്കൂടെ? നമുക്ക് എഴുതാൻ സാധിക്കും. അതായത് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എ അല്ലേ, എ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മാസ് നമ്പർ എ ഇൻറ്റു ദെൻ മാസ് ഓഫ് വൺ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം, അല്ലെങ്കിൽ അതേ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ 1.67 ഇൻറ്റു 10⁻24 കിലോഗ്രാം. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ന്യൂട്രോണിന്റെ മാസ്. ഓക്കെ, ദെൻ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ ഇവിടെ എഴുതാൻ പറ്റും. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിൽ ബി ഈക്വൽ ടു ദ അറ്റോമിക് നമ്പർ, അതായത് ഇസഡിന് ഇസഡ് വാല്യൂന് ഈക്വൽ ആണ്. ഇനി നമുക്ക് ഇത് ഒന്നാമത്തത്. ഇനി നമുക്ക് രണ്ടാമത്തത്, ദാറ്റ് ഈസ് വാട്ട് അബൌട്ട് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് ന്യൂട്രോൺസിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? യെസ്, ഇറ്റ് ഈസ് ദ മാസ് നമ്പർ എ, മാസ് നമ്പർ എ മൈനസ് അറ്റോമിക് നമ്പർ അല്ലേ. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? N കിട്ടും അല്ലേ. N ഈസ് ഈക്വൽ ടു A മൈനസ് Z ആണ്. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. Then what about the number of electrons? Number of electronsനെ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? Yes, number of electrons will be equal to number of protons. Number of electronsഉം number of protonsഉം ഈക്വൽ ആയിട്ട് വരുന്നത്. But this is only applicable in the case of ന്യൂട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ചാർജ്ലെസ് ആയിട്ടുള്ള ആളുകളുടെ കേസിലാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈക്വൽ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പോസിബിൾ only in the case of neutral or ചാർജ്ലെസ് ആറ്റം. ന്യൂട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ചാർജ്ലെസ് ആയിട്ടുള്ള ആറ്റത്തിന്റെ കേസിൽ മാത്രമാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ചാർജ് ഇല്ലാത്ത ആറ്റത്തിന്റെ കേസിലാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പൊ ദെൻ വാട്ട് അബൌട്ട് ദ ചാർജ്ഡ് ആയിട്ടുള്ള ആളുകൾ? ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ ദ കേസ് ഓഫ് ചാർജ്ഡ് ആറ്റം നമുക്ക് നോക്കാം. ഇൻ കേസ് ഓഫ് ചാർജ്ഡ് ആറ്റത്തിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ചാർജ്ഡ് ആറ്റത്തിന്റെ കേസിൽ എന്ത് സംഭവിക്കുന്നു? സോ ചാർജ്ഡ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ നമുക്കറിയാം. പോസിറ്റീവ് ആയിട്ടുള്ളവരും നെഗറ്റീവ് ആയിട്ടുള്ളവരുടെ കേസ് നമുക്ക് എഴുതണം. സോ ഫസ്റ്റ് വന്നിട്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റംസ്, അല്ലെങ്കിൽ നമ്മുടെ കാറ്റയോൺസിന്റെ കേസ് അല്ലെ. കാറ്റയോൺസ് അയോൺസ് ആണെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളവർക്ക് അവർക്ക് ഏത് ചാർജ് ആയിരിക്കും? യെസ്, പോസിറ്റീവ് ചാർജ് ആണ്. എന്തുകൊണ്ടാണ് അവർക്ക് പോസിറ്റീവ് ചാർജ് വരുന്നത്? ഡ്യൂ ടു ദ ലോസ് ഓഫ് ഇലക്ട്രോൺസ്. അവിടെ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാണ്? നഷ്ടപ്പെടുകയാണ് അല്ലേ. സോ ലോസ് ഓഫ് ഇലക്ട്രോൺസ് കാരണം അവർക്ക് പോസിറ്റീവ് ചാർജ് അവിടെ വരും. അവിടെ ഇലക്ട്രോണിന്റെ എണ്ണവും പ്രോട്ടോണിന്റെ എണ്ണവും നോക്കുമ്പോഴത്തേക്കും പ്രോട്ടോണിന്റെ എണ്ണമാണ് കൂടുതലായിട്ട് നമുക്ക് പറയാം. സോ അവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഹിയർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇക്വേഷൻ ഉണ്ടോ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അറ്റോമിക് നമ്പർ മൈനസ് ചാർജ്. അറ്റോമിക് നമ്പർ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടും. Then what about the negatively charged atom? Negatively charged atom or
ആനയോൺസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആറ്റംസ് അല്ലെങ്കിൽ ആനയോൺസിന്റെ കേസിലോ അവർക്ക് ഏതാണ് ചാർജ്? യെസ്, ദേ ഹാവ് നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ, അവർക്ക് നെഗറ്റീവ് ചാർജ് ആണ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ചാർജ് വരുന്നത്? നമുക്കറിയാം, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് കാരണം അവർക്ക് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. ഇനി അവരുടെ കേസിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഗ്രേറ്റർ ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി, നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇക്വേഷൻ ഇതേപോലെ. യെസ്, ഇറ്റ് ഈസ് ദ അറ്റോമിക് നമ്പർ പ്ലസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ചെയ്താൽ മതി. അറ്റോമിക് നമ്പർ പ്ലസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടും. ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് ചാർജ്ഡ് ആറ്റം. ചാർജ്ലെസ് ആറ്റത്തിന് നമ്മൾക്ക് അറിയാം ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഈക്വൽ ആണ്. ഇത് ചാർജ്ഡ് ആറ്റത്തിന്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നത് ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ or the number of proton or neutron or mass number or atomic number. ഇത് എല്ലാം തന്നെ ഒരിക്കലും എന്താവില്ല? can never be fraction. never be a fraction. അവരെപ്പോഴും എന്തായിരിക്കും? ഓൾവേസ് ഒരു ഹോൾ നമ്പർ ആയിരിക്കും. അവരൊരിക്കലും എന്ത് വരില്ല? ഫ്രാക്ഷൻ ഒന്നും വരില്ല. സോ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അവരൊരിക്കലും എന്ത് വരില്ല? ഫ്രാക്ഷൻ ഒന്നും ആവില്ല. ദേ ഓൾവേസ് വിൽ ബി എ വോൾ നമ്പർ റേഷ്യോ, ഒരു വോൾ നമ്പർ ആയിരിക്കും. സോ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളവരാണ് നമ്മുടെ അറ്റോമിക് നമ്പറും മാസ് നമ്പർ എന്നുള്ള പോർഷൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ദെൻ വി ഹാവ് ടു ഡീൽ വിത്ത് ദ ടോപ്പിക് ഐസോടോപ്സ്. എന്താണ് ഐസോടോപ്പുകൾ? എന്താണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ? What is isotope? Yes, isotopes are the species which have the same atomic number but different mass number. Same atomic number ആണ് but different mass number ആണ്. ഇത് പഠിച്ചു വെക്കാൻ നമ്മൾ കൊച്ചിലെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഓർത്തിട്ടുണ്ട്. നമുക്കറിയാം എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? യെസ്, നമ്മുടെ മാസ് നമ്പർ മുകളിലും അറ്റോമിക് നമ്പർ താഴെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അറ്റോമിക് ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. ടോപ്പിലുള്ളവർ ഐസോടോപ്പ്, ദാറ്റ് മീൻസ് ടോപ്പിലുള്ളവർ മാറുന്നു, ടോപ്പിലുള്ളവർക്ക് ചേഞ്ച് വരുന്നു, ടോപ്പിലുള്ളവർക്ക് ഡിഫറൻസ് വരുന്നു. ടോപ്പിലുള്ളത് ആരാണ്? ടോപ്പിലുള്ളത് മാസ് നമ്പർ ആണ്. സോ അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് എപ്പോഴും തിരിഞ്ഞു പോകാൻ കുട്ടികൾക്ക് ചാൻസ് ഉള്ളതാണ് ഐസോടോപ്പ്, ഐസോബാർ ആൻഡ് ലൈക്ക് ഓൾ ദാറ്റ്. അപ്പൊ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പിലുള്ളത് മാറുന്നു. ടോപ്പിലുള്ളത് ആരാണ്? എ, ദാറ്റ് ഈസ് മാസ് നമ്പർ ആണ്. അപ്പൊ മാസ് നമ്പർ ചേഞ്ച് ആവുന്നു, അറ്റോമിക് നമ്പറിന് ചേഞ്ച് ഒന്നുമില്ല. ടോപ്പിലുള്ള ആൾക്ക് മാത്രമേ മാറ്റമുള്ളൂ. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പിലുള്ളവർ മാറും. അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. സോ ഐസോടോപ്പ് കേൾക്കുമ്പോഴേ എന്തോർത്തണം? ടോപ്പിലുള്ളവർ മാറും. ടോപ്പിലുള്ളവർ മാറുമ്പോൾ എന്താണ്? സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആയിരിക്കും. സെറ്റ് ആയോ? സെയിം അറ്റോമിക് നമ്പർ ഡിഫറെന്റ് മാസ് നമ്പർ. ഇനി അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, സോ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ദോസ് ഹാവ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആയിരിക്കും. സോ അതെന്ന് പറഞ്ഞാലേ ഈ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ എന്ന് പറയുമ്പോൾ സെയിം അറ്റോമിക് നമ്പർ ആണ്. അപ്പൊ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമുക്ക് എഴുതിക്കൂടെ? സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയിരിക്കും ബട്ട് ന്യൂട്രോൺസ് സെയിം ആയിരിക്കില്ല. ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും. ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അങ്ങനെയും നമുക്ക് ഡിഫൈൻ ചെയ്തൂടെ? ഡിഫൈൻ ചെയ്യാം. ഇനി സെയിം അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണെങ്കിൽ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബട്ട് ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വിൽ ബി ഡിഫറെന്റ്. അത് നമുക്കൊരു ഡെഫിനിഷൻ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഐസോടോപ്പുകളുടെ. സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് they have different physical properties. അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും ബട്ട് they possess different physical properties. സോ ഇനി നമ്മൾ ഹെവിയർ ആയിട്ടുള്ള ഐസോടോപ്പ് ജനറലി ഉള്ള കേസാണ്. ഇൻ ജനറൽ ദ ഹെവിയർ ഐസോടോപ്പ്, ഹെവിയർ ആയിട്ടുള്ള ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് വിൽ ബി റേഡിയോ ആക്റ്റീവ് ഇൻ നേച്ചർ. ഹെവിയർ ആയിട്ടുള്ള ഐസോടോപ്പുകൾ എന്ത് നേച്ചർ ആയിരിക്കും? റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഹെവിയർ ആയിട്ടുള്ള ഐസോടോപ്പുകൾ റേഡിയോ ആക്റ്റീവ് ആയിരിക്കാം. ഓക്കെ, സോ നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. സർട്ടൻ എക്സാമ്പിൾസ് നോക്കാം. ദെൻ വാട്ട് അബൌട്ട് AAM എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാമോ? ആവറേജ് അറ്റോമിക് മാസ് ഓഫ് ഐസോടോപ്സ്. അതെന്ന് പറയുന്നത് ഡിഫൈൻഡ് ആയിട്ടുള്ളതാണ്. ആവറേജ് അറ്റോമിക് മാസ് ഓഫ് ഐസോടോപ്സ് ആർ ഡിഫൈൻഡ് വാല്യൂ. ദേ ആർ ഡിഫൈൻഡ്. ക്ലിയർ? സോ ഇനി നമുക്ക് നമ്മുടെ എക്സാമ്പിൾസ് വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഐസോടോപ്പുകളെ നമുക്ക് ഈ രീതിയിലെല്ലാം ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ? സോ വി ആർ മൂവിംഗ് ടു ദ എക്സാമ്പിൾസ് ഓഫ് ഐസോടോപ്സ്.
സോ എക്സാമ്പിൾസ് നോക്കിക്കേ. ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? യെസ്, ഫസ്റ്റ് നമ്മുടെ ഹൈഡ്രജന്റെ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, 3 പേരെ നമ്മൾ എഴുതാണ്. അപ്പൊ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം നോക്കിക്കേ. നമ്മൾ പറഞ്ഞു സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. മാസ് നമ്പർ എന്താണ്? ഡിഫറൻസ് ആണ്. സോ ഇവിടെ നോക്കിക്കേ, ഈ പ്രോട്ടീയത്തിന്റെ കേസിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? 1 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് എങ്ങനെ എഴുതാം? എത്രയാണ് ന്യൂട്രോൺസ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ A മൈനസ് Z ആണ്. ദാറ്റ് ഈസ് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മുകളിലുള്ളവരെ മൈനസ് താഴെയുള്ളവർ. ദാറ്റ് ഈസ് 1 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 ആണ്. ദെൻ നമ്മുടെ ഡ്യൂട്ടീരിയത്തിന്റെ കേസ് എടുക്കുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്ര തന്നെയാണ്? പ്രോട്ടോൺസ് 1 തന്നെയാണ്. ന്യൂട്രോൺസ് എങ്ങനെയാണ്? 2 മൈനസ് 1 ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് നമ്മുടെ ട്രിഷ്യത്തിന്റെ കേസ് എടുക്കുകയാണ്. അവിടെ പ്രോട്ടോൺസ് എത്രയാണ്? 1 ആണ്. ദെൻ വാട്ട് അബൌട്ട് ദ ന്യൂട്രോൺസ്? 3 മൈനസ് 1 ദാറ്റ് ഈസ് 2. അപ്പൊ നോക്കിക്കേ, സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെ? പ്രോട്ടിയം എടുക്കുമ്പോഴും ഡ്യൂട്ടീരിയം എടുക്കുമ്പോഴും ട്രിഷ്യം എടുക്കുമ്പോഴും നമ്മുടെ പ്രോട്ടോണുകളുടെ എണ്ണം അവിടെ 1 തന്നെയാണ്. പ്രോട്ടോണുകളുടെ എണ്ണത്തിന് യാതൊരു വ്യത്യാസവും അവിടെ ഇല്ല. എന്നാൽ നമ്മുടെ ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസ് നോക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്മുടെ എന്താണ് പ്രോട്ടീയത്തിന്റെ കേസിൽ 0 ആണ് വന്നത്. ഡ്യൂട്ടീരിയത്തിന്റെ കേസിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് 1 വന്നു. ആൻഡ് ട്രിഷ്യത്തിന്റെ കേസിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണ് വന്നത്? 2 ആണ് വന്നത്. അപ്പൊ അവിടെ ന്യൂട്രോണിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, ബട്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ ക്ലിയർ ആയല്ലോ ഐസോടോപ്പുകളുടെ കാര്യം. ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ആവറേജ് അറ്റോമിക് മാസ് ഡിഫൈൻഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആണ്. അപ്പൊ അതിനൊരു ഇക്വേഷൻ കാണുമല്ലോ. സോ ആ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ദ ആവറേജ്, നമുക്ക് കുറച്ച് മുകളിലായിട്ട് എഴുതാം. നോക്കിക്കോ, ആവറേജ് അറ്റോമിക് മാസ്. ആവറേജ് അറ്റോമിക് മാസ് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ദ സിഗ്മ ഓഫ് പെർസെന്റേജ് അബണ്ടൻസ് ഇൻറ്റു ദ ഐസോടോപിക് മാസ് the whole divided by 100. ഇങ്ങനെയാണ് നമുക്ക് ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആവറേജ് അറ്റോമിക് മാസിന്റെ ഇക്വേഷൻ ആണ്. എന്താണ്? ആവറേജ് അറ്റോമിക് മാസ് ഈസ് സിഗ്മ ഓഫ് ദ അബണ്ടൻസ്, പെർസെന്റേജ് അബണ്ടൻസ് ഇൻറ്റു ഐസോടോപിക് മാസ് ഡിവൈഡഡ് ബൈ ദ 100. ഓക്കെ. ദെൻ ഐസോടോപ്പുകൾ നമ്മൾ ടോപ്പിക് കവർ ചെയ്തു. ഐസോടോപ്സ് എന്ന ടോപ്പിക് നമ്മൾ കവർ ചെയ്തു. ദെൻ നമുക്ക് ഇനി എന്തുണ്ട്? ഐസോ ബാർ ഉണ്ട് അല്ലെ? ഐസോ ബാർ. സോ എന്താണ് ഐസോ ബാറുകൾ എന്ന് പറഞ്ഞാൽ? ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പിലുള്ളവർ മാറുന്നു അല്ലെ? ടോപ്പിലുള്ളവർ മാറുന്നു എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് മാസ് നമ്പർ. ടോപ്പിലുള്ളത് മാസ് നമ്പർ ആണ്. സോ ഡിഫറെന്റ് മാസ് നമ്പർ നമ്മൾ ക്ലിയർ ആക്കി. ഇനി എന്താണ് ഐസോ ബാർ എന്ന് പറഞ്ഞാൽ? യെസ്, ഐസോ ബാർ എന്ന് പറഞ്ഞാല് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ അല്ലെ? സെയിം മാസ് നമ്പർ ആയിരിക്കും ബട്ട് അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് ഓർത്തു വെക്കാൻ, നമ്മൾ ജസ്റ്റ് ഓർത്തു വെക്കാൻ മാത്രമുള്ള ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞു തരുന്നത്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി ഒരു പോയിന്റ് ആയിട്ട് പറയുന്നതാണ്. ബാർ അല്ലേ? ബാറിൽ എപ്പോഴും എന്താണ് പ്രഷർ, അടി ഒക്കെ ഉള്ള സംഭവം അല്ലേ? അടിയാണ് ബാർ, അടി അല്ലെ? അത് ബാർ എന്ന് പറയുമ്പോഴേ നമുക്കൊരു നെഗറ്റീവ് ഇമേജ് ആണ്, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. സോ അവിടെ എന്താണ്? അടി. സോ അടിയിലുള്ളവർ മാറും. അടിയിലുള്ളവർ ആരാണ്? അടിയിലുള്ളത് അറ്റോമിക് നമ്പർ ആണ്. സോ നമുക്ക് പറയാം ഡിഫറെന്റ് അറ്റോമിക് നമ്പർ. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ ഐസോടോപ്പ് പറഞ്ഞപ്പോ പറഞ്ഞു ടോപ്പിലുള്ളവർ മാറും അല്ലെ? ഐസോടോപ്പ് ടോപ്പിലുള്ളവർ മാറുന്നു. ടോപ്പിലുള്ളത് മാസ് നമ്പർ ആണ്. സോ ഡിഫറെന്റ് മാസ് നമ്പർ. ഐസോ ബാർ എന്ന് പറയുമ്പോൾ ബാറിൽ പ്രഷർ, അടി അത് നോക്കണം. അപ്പൊ അടിയിലുള്ളവർ മാറും. ഓക്കെ. സോ അടിയിലുള്ളത് ആരാണ്? അറ്റോമിക് നമ്പർ ആണ്. സോ സെയിം മാസ് നമ്പർ ആയിരിക്കും ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും. ആരുടെ കേസിൽ? ഇൻ ദ കേസ് ഓഫ് ഐസോബാർ. സോ സെയിം മാസ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയും ഡിഫൈൻ ചെയ്യാം. യെസ്, സെയിം നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആയിരിക്കും അല്ലെ? സെയിം നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് സെയിം ആയിരിക്കും ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയിരിക്കും. ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസിൽ ഡിഫറൻസ് ഉണ്ട് ബട്ട് ഇറ്റ് ഹാവ് സെയിം നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് ഐസോബാർസ്. ഐസോബാറുകളുടെ കേസിൽ. ഓക്കെ ആണ്. ഇനി എന്താണ് ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ? നമ്മൾ ക്ലാസ് ഓക്കെ. ഇനി എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ? വാട്ട് അബൌട്ട് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്, ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് നിങ്ങൾ ഓൾറെഡി നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? യെസ്, സെയിം നമ്പർ ഓഫ്
സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. കുറെ സ്പീഷീസ് നമുക്ക് തന്നിട്ട് ഇതിൽ ഏതാണ് ഐസോ ഇലക്ട്രോണിക് എന്നുള്ള ചോദ്യമൊക്കെ നമുക്ക് സ്ഥിരം ബോർഡ് എക്സാമുകൾക്ക് വരുന്നതാണ് അല്ലേ. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് നമുക്ക് വരുന്നതാണ്. സോ ചോദിക്കും കുറെ സ്പീഷീസ് എപ്പോഴും തരുന്നത് മറ്റേ സോഡിയത്തിന്റെ Na+, Mg2+, O2-, F-, നിയോൺ എന്നൊക്കെ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും ഇതിൽ ഏതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്, അല്ലെങ്കിൽ ഇതെന്താണ് ഇവരുടെ ഈ പറയുന്ന സ്പീഷീസുകളുടെ പ്രത്യേകത, പെക്യുലാരിറ്റി, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെ ചോദിക്കും അല്ലെ. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. സോ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെയാണെങ്കിൽ, ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണെങ്കിൽ നമുക്ക് പറയാം അവര് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളാണ്. സോ അതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പൊ ഐസോ ബാറായി, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആയി. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഐസോടോണുകൾ എന്ന് പറഞ്ഞാൽ. ഐസോടോൺസ്, വാട്ട് യു മീൻ ബൈ ഐസോടോൺസ്? യാ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐസോടോണുകളാണെന്ന് പറയാം. ഐസോടോണുകൾ. ഇനി നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കാം, ചിലപ്പോ അറിയില്ലായിരിക്കാം, ഐസോസ്റ്റേഴ്സ്. എന്താണ് ഐസോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ഐസോസ്റ്റേഴ്സ് കൺസിസ്റ്റ് ഓഫ് same number of neutron, same number of electrons, same number of electrons and also same അറ്റോമിസിറ്റിയും ആയിരിക്കും. എന്താണ്? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, അതേപോലെ സെയിം നമ്പർ ഓഫ് അറ്റോമിസിറ്റിയും ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഐസോസ്റ്റേഴ്സ് എന്ന് വിളിക്കും. Then what about isodiaphers? ഐസോഡയഫേഴ്സ്. ഐസോഡയഫേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ദ സെയിം ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ, സെയിം ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഐസോഡയഫേഴ്സ് എന്ന് വിളിക്കാം. സോ നമ്മുടെ ടേംസുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഐസോ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ, നമുക്ക് അറിയാവുന്നതാണ്. ഇനി ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് നമ്മൾ പഠിച്ചതാണ്, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോണുകൾ ആയിരിക്കും. ഇനി എന്താണ് ഐസോടോണുകൾ എന്ന് പറഞ്ഞാൽ? സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇനി ഐസോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഓൾസോ സെയിം അറ്റോമിസിറ്റി ആയിരിക്കും. ദെൻ വാട്ട് അബൌട്ട് ഐസോഡയഫേഴ്സ്? എന്താണ്? സെയിം ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. ആ ഡിഫറൻസ് സെയിം ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഐസോഡയഫേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഈ ടേമുകളെല്ലാം ഓക്കെ ആണോ? ഏതൊക്കെയാണ് ടേമുകൾ? നമ്മുടെ ഐസോ ബാർ, ഐസോടോപ്പ് ഓൾറെഡി നിങ്ങൾ പഠിച്ചു. ഐസോടോപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഐസോടോപ്പ് ഓൾറെഡി പഠിച്ചു. ഐസോ ബാർ എന്താണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താണ്? ഐസോടോണുകൾ എന്താണ്? ഐസോ സ്റ്റേഴ്സ് എന്താണ്? ഐസോഡയഫേഴ്സ് എന്താണ്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയോ? സോ നമ്മുടെ അടുത്ത് ചോദിക്കാം, മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ശരിയാണ്. മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റത്തിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? യെസ്, ഒന്നുകിൽ നമുക്ക് 16 AMU എന്ന് എഴുതാം, അല്ലെങ്കിൽ 16 ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ എഴുതാം. അതിനെ തന്നെ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? 16 ഇൻറ്റു 1.27 ഇൻറ്റു 1.67 ഇൻറ്റു 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം എന്ന് എഴുതാം. അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 1.67 ഇൻറ്റു 10⁻⁻24 കിലോഗ്രാം എന്ന് എഴുതാം അല്ലേ. സോ ഇങ്ങനെയെല്ലാം നമുക്ക് ആരെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? യെസ്, നമ്മുടെ മാസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു കാര്യങ്ങൾ തിയറി പാർട്ട് ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബേസിക് സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് പഠിക്കാനുള്ളത്. ഇറ്റ്സ് അബൌട്ട് ദ മോൾ കോൺസെപ്റ്റ്. നമുക്ക് മോൾ കോൺസെപ്റ്റിലേക്ക് കയറണം. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഈ ബേസിക് ആയിട്ടുള്ള നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയോ? കുറച്ച് കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റിവൈസ് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയായിരുന്നു നമ്മൾ ആദ്യമേ പഠിച്ചു തുടങ്ങിയത്? മാറ്റർ എന്താണ്, മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. ദെൻ നമ്മൾ ആറ്റം എന്താണ്, മൊളിക്യൂൾസ് എന്താണെന്ന് നോക്കി. ദെൻ ആറ്റത്തിന്റെ അകത്ത് അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മൊളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദെൻ എന്താണ് സബറ്റോമിക് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ, ആൻഡ് അബൌട്ട് ദ എന്താണ് മാസ്, അവരുടെ റിലേറ്റീവ് മാസ്, അബ്സല്യൂട്ട് മാസ് ആൻഡ് ദെയർ ചാർജസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ചാർജ്ഡ് ആറ്റത്തിന്റെ കേസിലുള്ള നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുന്നതും, ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റത്തിന്റെ കേസിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനും ചാർജസ് നമുക്ക് അറിയാം. ദെൻ നമ്മൾ പിന്നെ എങ്ങോട്ട് പോയത്? അവിടെ നിന്ന് നമ്മൾ ഐസോടോപ്പുകൾ എന്താണ്, ഐസോ ബാർ എന്താണ്, ഐസോടോൺ എന്താണ്, ഐസോസ്റ്റേഴ്സ് എന്താണ്, ഐസോഡയഫേഴ്സ് എന്നുണ്ട്. സോ ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ ആയെങ്കിൽ നമുക്കിനി മോൾ
മോൾ കോൺസെപ്റ്റ് ആണ് പഠിക്കാനുള്ളത്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്ന, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒരുപാട് വരുന്ന ഒരു സെക്ഷൻ ആണ്. അതിപ്പോ ബോർഡ് എക്സാംസ് ആയാലും നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാമുകൾ ആയാലും നീറ്റ് ആയാലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന, ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന ഒരു സെക്ഷൻ ആണ് എന്ത്, മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മോൾ കോൺസെപ്റ്റിലെ വെറൈറ്റി ഓഫ് ഇക്വേഷൻസ് നമുക്ക് അറിഞ്ഞിരുന്നാല് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ആ പ്രോബ്ലംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് ഉത്തരത്തിലേക്ക്, നമ്മുടെ ഓപ്ഷനിലുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തിനുള്ള എബിലിറ്റിയും കൂടെ വേണം, ഓപ്ഷൻസ് കണ്ടിട്ട് നമുക്ക് ഉത്തരത്തിലോട്ട് പോകാനുള്ള ഒരു എബിലിറ്റിയും കൂടെ നമുക്ക് ഡെവലപ്പ് ആയി വരണം. അത് നമ്മളെ ഈ ഇതുപോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക്, അതിപ്പം നീറ്റ് എന്നല്ല ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓപ്ഷൻ എലിമിനേഷൻ ഒരു ട്രിക്ക് ഉണ്ടെങ്കിൽ. സോ നമ്മൾ കൃത്യമായിട്ട് കോൺസെപ്റ്റ് പഠിച്ച് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ഇക്വേഷൻസ്, നമുക്ക് ഏത് രീതിയിലും നമുക്ക് ആൻസറിലോട്ട് എത്താം. പക്ഷെ ഏറ്റവും കുറഞ്ഞ സമയത്ത് നമുക്ക് എങ്ങനെ ഉത്തരത്തിലോട്ട് എത്താം എന്നുള്ളതാണ് നമുക്ക് ഈ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ട സ്കിൽ എന്ന് പറയുന്നത്. സോ ആ സ്കില്ലിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഇക്വേഷൻസ്, എന്താണ് ട്രിക്കുകൾ, ഇക്വേഷൻസ്, നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതികൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ആ സ്കില്ലൊക്കെ നിങ്ങൾക്ക് കിട്ടും അല്ലെ. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഓപ്ഷൻ എലിമിനേഷന്റെ സ്കില്ലൊക്കെ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിനി ഇത്രയും കോൺസെപ്റ്റ്, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. നമ്മൾ ഇനി ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട വളരെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കയറാൻ പോവാണ്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ ടോപ്പിക് മോൾ കോൺസെപ്റ്റ്. അപ്പൊ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് വരുന്ന ഒരു സെക്ഷൻ ആണ്. യെസ്, മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ വി ആർ മൂവിങ് ടു ദ ടോപ്പിക് മോൾ കോൺസെപ്റ്റ്. നമുക്ക് മോൾ കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് ഇനി പഠിക്കാനുള്ളത്. സോ മോൾ കോൺസെപ്റ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ എലിമിനേഷൻ നടത്താം, എങ്ങനെ ഓപ്ഷൻസിലേക്ക് എത്താം, എങ്ങനെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം, ട്രിക്കുകൾ എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒട്ടും ടെൻഷൻ വേണ്ട, നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് ഇരിക്കാം. സോ മോൾ കോൺസെപ്റ്റിൽ നമ്മൾക്ക് ആദ്യം പഠിക്കാനുള്ളത്, നമ്മൾ അറിയണം എന്താണ് ഒരു മോൾ എന്ന് വെച്ചാൽ. വാട്ട് യു മീൻ ബൈ 1 മോൾ? ഒരു മോൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? യെസ്, നമുക്കറിയാം 6.022 into 10⁻23 ആണ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് ചുരുക്കി എന്ത് എഴുതാം? 6 into 10⁻23 എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? യെസ്, 6.022 into 10⁻23 എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ അവഗാഡ്രോ നമ്പർ ആണ്. നമ്മൾ NA എന്നാണ് അതിനെ വിളിക്കുന്നത്. അവഗാഡ്രോ നമ്പർ ആണ്. ഓക്കെ, ഇനി 1 മോൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അപ്പൊ 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, 6.022 into 10⁻23 into അത്രയും ആറ്റംസ് ആണ് 1 മോൾ ആറ്റം എന്ന് പറയുന്നത്. സോ ദിസ് അവഗാഡ്രോ നമ്പർ ഇൻറ്റു AMU എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പം അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അതായത് AMU ഗ്രാംസിലാണെങ്കിൽ, കേട്ടോ, AMU ഗ്രാംസിലാണെങ്കിൽ അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് 1 ആറ്റം ഓഫ് ആൻ എലമെന്റ്, 1 ആറ്റം ഓഫ് ആൻ എലമെന്റ്, അതായത് ഒരു എലമെന്റിലെ ഒരു ആറ്റത്തിന്റെ മാസിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? യെസ്, ഇറ്റ് ഈസ് കോൾഡ് മാസ് നമ്പർ എന്ന് നമുക്ക് എടുക്കാം. മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് യൂണിറ്റ് AMU. അങ്ങനെയാണെങ്കിൽ ഇത് മാസ് ഓഫ് 1 ആറ്റം ഓഫ് ആൻ എലമെന്റ്. ഇനി മാസ് ഓഫ് 1 മോൾ ആറ്റം, മാസ് ഓഫ് 1 മോൾ ആറ്റം ഓഫ് ആൻ എലമെന്റ്, മാസ് ഓഫ് 1 മോൾ ആറ്റം ഓഫ് ആൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ദിസ് മാസ് നമ്പർ ഇൻറ്റു AMU അറ്റോമിക് മാസ് യൂണിറ്റ്, അതായത് AMU ഗ്രാംസിലാണ്, അറ്റോമിക് മാസ് യൂണിറ്റ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇനി AMU ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? 1 ആണ്. സോ മാസ് ഓഫ് 1 മോൾ ആറ്റം ഓഫ് ആൻ എലമെന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മാസ് നമ്പർ തന്നെയാണ് അല്ലെ? ഈസ് ഈക്വൽ ടു ദ മാസ് നമ്പർ ഗിവൺ ഇൻ ഗ്രാംസ്. ഗ്രാംസിൽ തന്നിരിക്കുന്ന മാസ് നമ്പർ തന്നെയാണ്, അത് ഗ്രാംസിൽ തന്നിരിക്കുന്ന മാസ് നമ്പർ തന്നെയാണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? സോ അതായത് 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് ആണ്? 6.022 into 10⁻23 ആറ്റംസ്. അത്രയും ആറ്റംസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം. നമ്മുടെ ഓക്സിജൻ ആറ്റം എന്ന് പറയുമ്പോൾ എത്രയാണ്? യെസ്, മാസ് നമ്പർ വന്നിട്ട് 16 ആണ്, അതിന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. സോ ഈ ഓക്സിജൻ ആറ്റത്തിന്റെ നമുക്ക് മാസ് എഴുതാം. 16 AMU, 16 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് എഴുതാം. എന്ന് വെച്ചാൽ എന്താണ്? യെസ്, മാസ് ഓഫ് 1 ആറ്റം ഓഫ് ഓക്സിജൻ ആണ് അല്ലെ? മാസ് ഓഫ് 1 ആറ്റം ഓഫ് ഓക്സിജൻ എന്ന് വെച്ചാൽ അതിന്റെ എന്താണ്? യെസ്, അറ്റോമിക് മാസ് ആണ്. ഇനി 16 ഗ്രാം എന്ന് വെച്ചാലോ മാസ് ഓഫ്
1 മോൾ ആറ്റം ഓഫ് ഓക്സിജൻ ആണ്. 1 മോൾ ആറ്റം ഓഫ് ഓക്സിജന്റെ മാസ് ആണ് നമ്മൾ 16 ഗ്രാം എന്ന് കൊടുത്തത്. അതിനെ തന്നെയാണ് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? GAM, ഗ്രാം അറ്റോമിക് മാസ് എന്നും നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. ഇനി ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതാം, ഇങ്ങനെ എഴുതാം. ഇനി വേറൊരു രീതിയിൽ എഴുതാൻ നോക്കിക്കേ. 16 അതായത് റിലേറ്റീവ് മാസ് യൂണിറ്റ്, റിലേറ്റീവ് അറ്റോമിക് മാസ് RAM എന്നും റെപ്രസെന്റ് ചെയ്യാം. റിലേറ്റീവ് അറ്റോമിക് മാസ് RAM എന്നും നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ മാസ് നമ്പർ തന്നെയാണ് അല്ലെ, മാസ് നമ്പർ തന്നെയാണ്. സോ ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ഞാൻ ഈ എഴുതിയിരിക്കുന്ന ആള്? റിലേറ്റീവ് അറ്റോമിക് മാസ്. വാട്ട് യു മീൻ ബൈ റിലേറ്റീവ് അറ്റോമിക് മാസ്? ഈ റിലേറ്റീവ് അറ്റോമിക് മാസിനെയാണ് ഞാൻ ഈ RAM എന്ന് കൊടുത്തിരിക്കുന്നത്. എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ്? ഇറ്റ് ഈസ് ദ റേഷ്യോ. എന്തിന്റെ റേഷ്യോ ആണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് mass between ratio of mass of an atom, ratio of mass of an atom of an element to the 1/12th mass of carbon. അതായത് 1 atom of carbon 12 atom. 1 atom of carbon 12 atom. അതായത് atomic mass of atom of an element to 1/12th mass of carbon 12 ആറ്റത്തിന്റെ മാസിനെയാണ്, ആ റേഷ്യോ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലേറ്റീവ് അറ്റോമിക് മാസ്. അത് ഇക്വേഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണെന്ന് പറഞ്ഞു. എന്തിന്റെ റേഷ്യോ ആണ്? ദാറ്റ് ഈസ് മാസ് ഓഫ് 1 atom of element, to the 1/12th mass of 1 atom of carbon. 1 atom of carbon 12. ഓക്കെ, ഇതാണ് റിലേറ്റീവ് അറ്റോമിക് മാസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്. സേ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തരികയാണെങ്കിൽ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യനില് ഇഫ് ഗ്രാം എന്നോ അല്ലെങ്കിൽ G എന്നോ പ്രിഫിക്സ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യാന്ന് നമ്മൾ എപ്പോഴും ഓർത്തോണം. അത് റെപ്രസെന്റ് ചെയ്യുന്നത് അവിടുത്തെ മോളിനെയാണ്. ശ്രദ്ധിച്ചോണേ, ഗ്രാമെന്നോ അല്ലെങ്കിൽ G എന്നോ പ്രിഫിക്സ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഓർത്തോണം അത് റെപ്രസെന്റ് ചെയ്യുന്നത് മോൾസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം 2 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞ കിടക്കാണ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ഗ്രാം ഓക്സിജൻ എന്ന് പറയുമ്പോൾ അത് മാസ് ഓഫ് ഓക്സിജൻ. ഇനി 2 ഗ്രാം ആറ്റം ഓഫ് ഓക്സിജൻ, 2 ഗ്രാം ആറ്റം ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 2 മോൾ ആറ്റം ഓഫ് ഓക്സിജൻ എന്നാണ് അതിന്റെ അർത്ഥം. 2 മോൾ ആറ്റം ഓഫ് ഓക്സിജൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മോൾസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാമോ? യെസ്, ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആൻ എലമെന്റ്, എക്സിന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് നമുക്ക് NX എന്ന് തൽക്കാലം കൊടുക്കാം. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? യെസ്, ദ ഗിവൺ മാസ് തന്നിരിക്കും, ആ മാസ് ഗിവൺ മാസ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ദ മോളാർ മാസ് ഓഫ് എക്സ്. എക്സിന്റെ ഗിവൺ മാസെ ഡിവൈഡഡ് ബൈ, ആ ഗിവൺ മാസിനെ നമുക്ക് W എന്ന് എടുക്കാം, ഡിവൈഡഡ് ബൈ ദ മോളാർ മാസ് ഓഫ് എക്സ്. അതാണ് നമ്മുടെ ക്യാപിറ്റൽ M. ഇതാണ് ഒരു ഇക്വേഷൻ. നെക്സ്റ്റ്, സോളിഡോ ലിക്വിഡിനോ ഗ്യാസിനോ ആയിക്കോട്ടെ നമുക്കത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെ എഴുതാം? ദ ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് എക്സ്, ഡിവൈഡഡ് ബൈ ദ അവഗാഡ്രോ നമ്പർ. അതായത് ഈ ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ നമുക്ക് സ്മോൾ എന്ന് കൊടുക്കാം, അവഗാഡ്രോ നമ്പർ NA എന്ന് കൊടുക്കാം. ഈ ഇക്വേഷൻ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ദ മോളാർ മാസ് ഓഫ് ദാറ്റ് എലമെന്റ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ ദ അവഗാഡ്രോ നമ്പർ, N/NA. സെറ്റായോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണ്. സോ ഇനി ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് എക്സ്, ഇതൊരു കണ്ടീഷൻ നമുക്ക് പറയാണ്. ഗ്യാസസ് മാത്രമേ ഉള്ളെങ്കിൽ, മറ്റേത് നമുക്ക് സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. തൊട്ടു മുന്നേ ഈ ഇക്വേഷൻ നമ്മൾ കണ്ടത് ഗ്യാസോ, വെദർ ഇറ്റ് ഈസ് ഗ്യാസ്, സോളിഡ് ഓർ ലിക്വിഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഗ്യാസസ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഗിവൺ
ഗിവൺ വോളിയം, ഗ്യാസ് അല്ലേ, അപ്പൊ വോളിയത്തിലായിരിക്കും. ഗിവൺ വോളിയം ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ദ മോളാർ വോളിയം. അവിടെ നമ്മൾ മോളാർ മാസ് എടുക്കുന്നു, ഇവിടെ എന്തെടുക്കുന്നു, മോളാർ വോളിയം. മോളാർ വോളിയത്തിന് നമുക്ക് വി എം എന്ന് കൊടുക്കാം. മോളാർ വോളിയം വി എം. സോ ഇതാണ് എന്തിനുള്ള ഇക്വേഷൻ, ഗ്യാസസ് ആണെങ്കിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എക്സ് ഫോർ ഗ്യാസസ് ആണെങ്കിൽ ഗിവൺ വോളിയം ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ മോളാർ വോളിയം എന്ന് പറയാം. ഈ വി എം എന്ന് പറഞ്ഞ് എഴുതുന്നത് എന്താണ്, മോളാർ വോളിയം ആണ് കേട്ടോ. വി എം എന്ന് പറഞ്ഞാൽ മോളാർ വോളിയം ആണ്. മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ വോളിയം occupied by 1 mole of any gas at given temperature or pressure. To given temperature or pressure. Okay അല്ലേ, സെറ്റ് അല്ലേ? സോ മോളാർ വോളിയം എന്താണെന്നാണ് എഴുതിയിരിക്കുന്നത്. മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം occupied by 1 mole of any gas at given temperature or pressure-നെയാണ് നമ്മൾ മോളാർ വോളിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് സോളിഡ് ലിക്വിഡ് ഗ്യാസിന്റെ കേസിലും ഇനി ഗ്യാസ് മാത്രമുള്ള കേസിലും എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞത്. ഓക്കെ ആണ്. ഇനി സർട്ടൻ കണ്ടീഷൻസും കൂടി നമുക്ക് നോക്കാണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കണ്ടീഷൻസ് നോക്കാം. നോക്കിക്കേ, നമ്മളിപ്പോ മോളാർ വോളിയത്തിനെ പറ്റിയാ പറഞ്ഞത് അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ, പ്രഷർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഏത് മോളാർ വോളിയം ആണെന്ന് നോക്കാം. ആദ്യം 273 കെൽവിൻ ടെമ്പറേച്ചർ ആണെങ്കിൽ 1 ATM പ്രഷർ ആണെങ്കിൽ മോളാർ വോളിയം എത്രയാണ്, 22.4 ലിറ്റർ ഓർ 22,400 സെന്റിമീറ്റർ ക്യൂബ്. അത് ഓൾഡ് STP ആണ്. നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് എന്താണ്, 273 കെൽവിൻ, പ്രഷർ 1 ബാർ ആൻഡ് മോളാർ വോളിയം 22,700 മില്ലിലിറ്റർ ഓർ 22,700 സെന്റിമീറ്റർ ക്യൂബ്. അതാണ് നമ്മുടെ ന്യൂ STP എന്ന് പറയുന്നത്, ന്യൂ STP. ദെൻ ടെമ്പറേച്ചർ 298 കെൽവിൻ ആൻഡ് പ്രഷർ 1 ബാർ ആണെങ്കിൽ മോളാർ വോളിയം 24.8 ലിറ്റർ ആണ്. 24.8 ലിറ്റർ വരും. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആംബിയന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ SATP. അപ്പൊ ഇതാണ് നമുക്ക് യൂസ് ചെയ്ത് എക്സാം ഹോളിൽ പെട്ടെന്ന് ഇപ്പൊ ടെമ്പറേച്ചർ 273 കെൽവിൻ, പ്രഷർ 1 ബാർ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മോളാർ വോളിയം നമുക്ക് കറസ്പോണ്ടിംഗ്ലി ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്മൾ മോളാർ വോളിയം പറഞ്ഞപ്പോ നോക്കിക്കേ, തൊട്ട് മുന്നേ നമ്മൾ മോളാർ വോളിയം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെ. സോ ഈ മോളാർ വോളിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്, വേണമെങ്കിൽ അതും ചോദിക്കാം, ഏതൊക്കെ വാല്യൂസിനാണ് ഈ മോളാർ വോളിയം ഇൻഡിപെൻഡന്റ് ആവുന്നത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് നേച്ചർ ഓഫ് ഗ്യാസ്. നമ്മൾ പറഞ്ഞു ഗ്യാസിനാണല്ലോ നമ്മൾ ഇത് എടുക്കുന്നത്. സോ നേച്ചർ ഓഫ് ഗ്യാസിന്റെ നേച്ചറിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ടാമതായിട്ട് അറ്റോമിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്താണ്, അറ്റോമിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ റിയാക്ടിവിറ്റി. ഇനി എന്തിനെയൊക്കെയാണ്, ഇത് ഇത്രയും ആളുകളെയും ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ എന്തിനെയൊക്കെയാണ് നമ്മുടെ ഈ മോളാർ വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഓൺലി ഓൺ ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും മാത്രമേ നോക്കുന്നുള്ളൂ. സെറ്റ് ആണേ, ഓക്കെ ആണേ. സോ ഇനി നമ്മളിപ്പോ ഇതൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഒരു സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്റർ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് യെസ്, PV ഈസ് ഈക്വൽ ടു nRT എന്നതിനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ P എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതിൽ P എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്. P ഈസ് ദ പ്രഷർ ആൻഡ് V ഡിനോട്ട്സ് ദ വോളിയം. ഇനി N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ദിസ് R റെപ്രസെന്റ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഈ ആറിന്റെ വാല്യൂസ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കണം. അത് വാല്യൂസ് പറഞ്ഞു തരാം കേട്ടോ. R റെപ്രസെന്റ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആൻഡ് T കറസ്പോണ്ട്സ് ടു ദ ടെമ്പറേച്ചർ. T കറസ്പോണ്ട്സ് ടു ദ ടെമ്പറേച്ചർ ഇൻ Kelvin. Temperature in Kelvin. So we know that PV is equal to nRT. PV pressure volume എന്ന് പറയുന്നത് nRT ക്ക് ഈക്വൽ ആണ്. So if PV is equal to nRT, നമുക്ക് ഈ നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് ഇക്വേഷൻ പഠിച്ചു അല്ലെ. given mass by molar mass ആയിരുന്നു. So PV is equal to given mass W by molar mass M into RT എന്ന് നമുക്ക് എഴുതാലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. സോ ഈ M ഇങ്ങ് കൊണ്ടുപോയി V ഇങ്ങ് കൊണ്ടുവരുമ്പോ PM is equal to W by VRT എന്ന് എഴുതാലോ. ഇനി given mass by volume, mass by volume എന്താണ്? ഡെൻസിറ്റി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിനെ മാറ്റിയിട്ട് വീണ്ടും PM is equal to DRT എന്ന് നമുക്ക് എഴുതാലോ. സോ ഈ ഇക്വേഷൻസ് എല്ലാം ഇതിൽ നിന്നും ഡിറൈവ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ്. സെറ്റ് ആണോ? ഓക്കെ അല്ലേ? സെറ്റ് ആണ്. ഇനി നോക്കിക്കേ, നമ്മളെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R, ക്യാപിറ്റൽ R-നെയാണ് നമ്മൾ എന്ത് റിപ്രസെന്റ് ചെയ്യുന്നത്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത്. ഇത് ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എഴുതുന്നതാണ്. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ് ഇതിട്ടിട്ട്.
അല്ലേ? നമ്മൾ സൊല്യൂഷൻസിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതാണ്. സോ ഇവിടെ നിന്നാണ് നമ്മൾ പഠിച്ചിട്ട് പോണത് അല്ലെ? സം ബേസിക് കോൺസെപ്റ്റ് എന്ന ചാപ്റ്ററിലാണ് പഠിച്ചിട്ട് പോകുന്നത്. പണ്ട് നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്റർ നമ്മൾ വിശദമായിട്ട് പഠിക്കുമായിരുന്നു, ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് എന്താണ് ഇതിന്റെ വാല്യൂസ്, എന്താണ് നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആറിന്റെ വാല്യൂ? ഇറ്റ് ഈസ് ഈക്വൽ ടു 8.314 അല്ലെങ്കിൽ approximately equal to 25/3 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. അതിന്റെ യൂണിറ്റുകളാണ് നോക്കേണ്ടത്. ഇതാണ് ഒരു വാല്യൂ. ഇനി അടുത്ത ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 2 കാലറി മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. ഇനി വേറെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0.0821 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/12. അതിന്റെ യൂണിറ്റ് ലിറ്റർ ATM കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ആണ്. ലിറ്റർ ATM കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ആണ്. സോ ഇത് ഇത്രയുമാണ് എന്തിന്റെ വാല്യൂസ്? നമ്മൾ ഈ പറയുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂസ്. 8.314 2 കാലറി, then 0.0821 ലിറ്റർ ATM കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് സെറ്റാണ്. ഓക്കെ, ഇനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷനോടൊപ്പം തന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ലോസ് കാര്യങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിലൂടെ കൂടി നമുക്കൊന്ന് പാസ് ചെയ്യും. ഇപ്പോ നമുക്ക് തന്നിരിക്കുകയാണ് PV ഈസ് ഈക്വൽ ടു nRT. ഇതാണല്ലോ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ഇതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ കുറച്ച് വാല്യൂസിനെ കോൺസ്റ്റന്റ് ആക്കാൻ പോവാണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആക്കാൻ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പൊ എന്ത് സംഭവിക്കും? PV എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/V. ഇത് ഏത് ലോ ആണ്? ഇറ്റ് ഡിനോട്ട്സ് ദ ബോയിൽസ് ലോ. ബോയിൽസ് ലോ ആണ്. എന്റെ ഗ്രാഫും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. നമ്മൾ എക്സ് ആക്സിൽ വോളിയം എടുക്കുന്നു, വൈ ആക്സിൽ പ്രഷർ എടുക്കുന്നു. ഇങ്ങനെയായിരിക്കും അതിന്റെ ഗ്രാഫ്. ഓക്കെ, ദിസ് ഇസ് നോട്ട് ദ PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ ആണ്. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ബോയിൽസ് ലോ നോക്കി. അടുത്ത നമ്മൾ കോൺസ്റ്റന്റ് ആക്കാൻ പോകുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷർ നമ്മൾ നോക്കുകയാണ്. സോ നോക്കിക്കേ, കോൺസ്റ്റന്റ് പ്രഷറില് V/T എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. ദാറ്റ് മീൻസ് V1/T1 is equal to V2/T2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് ഏത് ലോ ആണ് പറയുന്നത്? യെസ്, ദിസ് റെപ്രസെന്റ് ദ ചാൾസ് ലോ. ഇതാണ് ചാൾസ് ലോ പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ കോൺസ്റ്റന്റ് ആക്കാൻ പോകുന്നത് നമുക്ക് വേറൊരാളെ, അതായത് ഇപ്പൊ നമ്മള് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി, പ്രഷർ കോൺസ്റ്റന്റ് ആക്കി. ഇനി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയം നമുക്ക് P/T എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. അല്ലെങ്കിൽ P1/T1 is equal to P2/T2 എന്ന് നമുക്ക് എഴുതാം. ഇത് ഏത് ലോ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്? യെസ്, ഇറ്റ് റെപ്രസെന്റ് ദ ഗേ-ലുസാക്സ് ലോ. എന്താണ്? ഗേ-ലുസാക്സ് ലോ. ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരും? ചെറുതായിട്ടൊന്ന് പൂർവ്വപ്പെടുത്തുന്നേ ഉള്ളേ. പ്രഷർ, നമ്മുടെ ടെമ്പറേച്ചർ. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഗ്രാഫ്. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സോ ഇവിടെ എല്ലാം എന്താണ്? ഇവിടെ നമ്മുടെ നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആണ്. ഇവിടെയും നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആണ്, ഇവിടെയും നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആണ്. സോ നമ്മളിപ്പം കോൺസ്റ്റന്റ് വോളിയം വരെ എടുത്തല്ലേ. ഇനി കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറും ആണെങ്കിലോ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറും ആണ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കുന്നത് ഇരിക്കുക. അപ്പോ വോളിയം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും. ഇത് ഏത് ലോ ആണ്? യെസ്, നമുക്കറിയാവുന്ന അവഗാഡ്രോ ലോ അല്ലെ? അവഗാഡ്രോ ലോ ആണ്. അവഗാഡ്രോ ലോ പറയുന്നത് വെച്ചാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറും ആയിരിക്കുന്ന സമയത്ത് ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ഈക്വൽ മോൾസ് എന്നാണ് അവഗാഡ്രോ ലോ പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ആ 4 ലോസ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ തൊട്ട് മുന്നേ ഡെൻസിറ്റിക്ക് ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു. നോക്കിക്കേ, ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ PV ഈസ് ഈക്വൽ ടു nRT എന്ന് നമ്മൾ എഴുതി. അവിടെ നിന്ന് നമ്മൾ എഴുതി PV ഈസ് ഈക്വൽ ടു W/mRT എന്ന് എഴുതി. അവിടെ ഇപ്പുറത്തുന്ന PM ഈസ് ഈക്വൽ ടു W/VRT എന്ന് എഴുതി. അപ്പൊ എന്ത് വരും? W/V എന്ന് പറഞ്ഞാൽ PM ഈസ് ഈക്വൽ ടു
DRT എന്ന് വന്നു അല്ലെ. PM is equal to DRT എന്ന് നമുക്ക് എഴുതി. അതിൽ നിന്നും ഡെൻസിറ്റിയെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ RT താഴെ വന്നാൽ പോരെ. അപ്പൊ PM/RT എന്ന് എഴുതാം. എന്തിനെ? ഡെൻസിറ്റി ഓഫ് ഗിവൺ ഗ്യാസ്. അതായത് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ അല്ലേ. ഇമ്പോർട്ടന്റ് അല്ലേ? ശ്രദ്ധിച്ചിരുന്നേ. ഡെൻസിറ്റി എന്ന് പറയുന്നത് ആ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലായി ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. ഡെൻസിറ്റി 1/T റിലേഷൻ ആണ്. അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് പ്രഷർ കൂടുമ്പോൾ ഡെൻസിറ്റി കൂടുന്നു, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൻസിറ്റി കുറയുന്നു. ടെമ്പറേച്ചറും ഡെൻസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലായി. സോ ഇത് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ്. ഇനി വാട്ട് അബൌട്ട് ദ വേപ്പർ ഡെൻസിറ്റി ഓഫ് ഗ്യാസ്? ഒരു ഗ്യാസിന്റെ വേപ്പർ ഡെൻസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? യെസ്, ഇറ്റ് ഈസ് ദ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് H2 ഗ്യാസ്. ഡെൻസിറ്റി ഓഫ് H2 ഗ്യാസ്. ഇങ്ങനെയാണ് നമുക്ക് വേപ്പർ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് pressure. At same temperature and pressure. So vapor density നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. That is the vapor density of gas is equal to, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റിലേഷൻ ഉണ്ട്. So molar mass of gas divided by 2 ആണ് വേപ്പർ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയല്ലോ. ഇനി ഒരു കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനും കൂടി നമുക്ക് നോക്കാം. വാട്ട് അബൌട്ട് ദ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഇക്വേഷൻസിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ദാറ്റ് ഈസ് P1V1/T1 ഈസ് ഈക്വൽ ടു P2V2/T2. ഇതാണ് നമ്മുടെ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. P1V1/T1 is equal to P2V2/T2 എന്നുള്ളത്. സോ ഇനി നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം നമുക്ക് നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഒരു മാപ്പ് വരച്ച് നോക്കാം. സോ നോക്കിക്കേ, മോൾസിനെ നമുക്ക് സെന്ററിൽ കൊടുക്കാം. മോൾസ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് എപ്പോഴും നമ്മളിങ്ങനെ ബ്രിഡ്ജ് ചെയ്തൊക്കെ പഠിക്കുന്നതാണ് നല്ലത്. ഗിവൺ മാസിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? വോളിയം ഗിവൺ വോളിയത്തിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ദെൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ഇത് മൂന്നുമാണ് നമുക്ക് നോക്കാനുള്ളത്. സോ നോക്കിക്കേ, മോൾസ്. ആദ്യം നമുക്ക് ഗിവൺ മാസ് കൊടുക്കാം. അപ്പൊ ഗിവൺ മാസിൽ നിന്ന് നമുക്ക് എങ്ങനെ മോൾസിലേക്ക് എത്താൻ പറ്റും? യെസ്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്താൽ പോരെ. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്താൽ മതി. ഇനി മോൾസിൽ നിന്ന് എങ്ങനെ നമുക്ക് ഗിവൺ മാസിലേക്ക് പോവാം? യെസ്, ഇൻറ്റു മോളാർ മാസ് ചെയ്താൽ മതി. അപ്പൊ അത് സെറ്റായി. ദെൻ വാട്ട് വിൽ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്? എങ്ങനെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ നിന്ന് നമുക്ക് മോൾസിലേക്ക് എത്താം? യെസ്, ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി മോൾസിൽ നിന്ന് എങ്ങനെ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിലേക്ക് പോകാം? യെസ്, ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. ഇനി ദെൻ വോളിയം ഗിവണിൽ നിന്ന് നമുക്ക് എങ്ങനെ മോൾസിലേക്ക് പോകാൻ പറ്റും? യെസ്, ഡിവൈഡഡ് ബൈ ദ മോളാർ വോളിയം ചെയ്താൽ മതി. അതുപോലെ നമ്മൾ മോൾസിൽ നിന്ന് എങ്ങനെ വോളിയം ഗിവൺ അതിലേക്ക് വരാൻ പറ്റും? ഇൻറ്റു മോളാർ വോളിയം ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കാം. സെറ്റാണേ? ഓക്കെ ആണേ? ഈ ഒരു മാപ്പ് സീരീസ് ഓർത്ത് വെച്ചിരിക്കുക. സെറ്റാണേ? ഓക്കെ. അപ്പൊ നമ്മൾ ആ മോൾ കോൺസെപ്റ്റ് എന്നുള്ള ഒരു സെക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ് നോക്കാനുള്ളത്. സോ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ് അല്ലെ. സോ വി ആർ ഡീലിംഗ് വിത്ത് ദ നെക്സ്റ്റ് ടോപ്പിക്, ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. സോ ഇതിൽ വരുന്ന ഒന്നാമത്തെ ലോ നമുക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട അല്ലെ, നമുക്ക് എല്ലാവർക്കും എപ്പോഴും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന യെസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്.
അതായത് നമ്മളിപ്പോ ഒരു കെമിസ്ട്രി പഠിക്കുന്നില്ല അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുന്നില്ലെങ്കിൽ പോലും എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ്? ഒരു ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇനി ഇവിടെ പ്രധാനമായിട്ടും ആരാണ് ഇത് പ്രപ്പോസ് ചെയ്തത്? നമ്മുടെ അന്റോയിൻ ലാവോസിയെ ആണ് പ്രപ്പോസ് ചെയ്തത്. ഇവിടെ എന്താ പറയുന്നത്? ആറ്റം മസ്റ്റ് ബി കൺസേർവ്ഡ്. ആറ്റം മസ്റ്റ് ബി കൺസേർവ്ഡ്. അതായത് ഇപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ മാസ് ഓഫ് റേഷ്യോ ഓഫ് എലമെന്റ്സ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതായത് മാസ് ഓഫ് റിയാക്ടന്റുകളുടെ മാസും will be equal to the mass of products. മാസ് ഓഫ് റിയാക്ടന്റുകളും മാസ് ഓഫ് പ്രൊഡക്റ്റുകളും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് വഴി നമ്മൾ പറയുമ്പോൾ എന്ന് പറയും ഈക്വൽ ആണ്. അതായത് ടോട്ടൽ മാസ് അവിടെ കൺസേർവ്ഡ് ആണ്. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ആരാണ് പ്രപ്പോസ് ചെയ്തത്? യെസ്, അന്റോയിൻ ലാവോസി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ മിസ്സേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു പേരിലും അറിയാറുണ്ട്, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ എന്നും പറയും. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ എന്നും പറയാറുണ്ട്. സോ ആരാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ സജസ്റ്റ് ചെയ്തത്? ആരാണ്? യെസ്, ജോസഫ് പ്രോസ്റ്റ് ആണ് കൊണ്ടുവന്നത്. ജോസഫ് പ്രോസ്റ്റ് ആണ് കൊണ്ടുവന്നത്. ഇനി എന്താണ് ഈ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അതായത് ഇപ്പം H2O നോക്കുക. നമ്മൾ എവിടുന്ന് വാട്ടർ കൊണ്ടുവന്നാലും അതിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും തന്നെയാണ്. അപ്പൊ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 2 gram is to 16 gram ആണ്. അല്ലെങ്കിൽ ഇപ്പോ കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താല് അവിടെ എന്താണ് 12 gram കാർബണും വരും, ദെൻ ഓക്സിജൻ എത്ര വരും? ഈസ് ടു 32 gram ഓഫ് ഓക്സിജനും വരും അല്ലേ? സോ എവിടുന്ന് നമ്മൾ വാട്ടർ എടുത്താലും അതിൽ 2 ഗ്രാമും 60 ഗ്രാമും ആയിരിക്കും അവരുടെ കണ്ടന്റ്. അതായത് ഒരു സ്മോൾ ഡെഫിനറ്റ് ആയിട്ട് ആ ഒരു റേഷ്യോയിലാണ് അവർ വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വരുന്ന ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. നമ്മുടെ ബോർഡ് എക്സാമുകൾക്കൊക്കെ കൂടുതലായിട്ടും ബോർഡ് എക്സാമുകൾ ചോദിച്ച് കണ്ടിട്ടുള്ളത് നമ്മുടെ 3-2 പഠിച്ച ആ ലോസ് അല്ല. ഇപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ കാട്ടിയും ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷനെ കാട്ടിയും കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷനെ പറ്റിയിട്ടാണ്. സോ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ വരുന്നത് എന്താണെന്ന് അറിയാം മക്കളെ? ഇപ്പൊ നമ്മുടെ H2O, അപ്പൊ H2O അല്ലെങ്കിൽ H2O2 സെയിം ആളുകൾ തന്നെയാണ് അല്ലെ? സോ ഈ ഒരേ അളവിലുള്ള ആളുകളെ അവിടെ നിൽക്കട്ടെ. ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പറയുന്നത് എന്താ? ഇവരെ രണ്ടുപേരെയും പറ്റിയിട്ടാണ്. എന്താ പറയുന്നത്? ഇവര് ഒരു സ്മോൾ വോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. അതായത് 16:32, അതായത് 1:2. ആ ഒരു സ്മോൾ വോൾ നമ്പർ റേഷ്യോയിലാണ് ഇവര് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഗേ-ലുസാക്ക് ലോ. എന്താണ്? ഗേ-ലുസാക്സ് ലോ ഓഫ് വോളിയം. എന്താണ് ഗേ-ലുസാക്ക് ലോയിൽ പറയുന്നത്? ഗേ-ലുസാക്ക് ലോയിൽ പറയുന്നത് സിമ്പിൾ ആയിട്ട് എഡ്യൂക്കേഷൻ എഴുതുക. H2 + Cl2 gives 2HCl. ഗ്യാസ് ആണ്. ഓക്കെ, അപ്പൊ ഗേ-ലുസാക്ക് ലോ ഇത്രേ പറയുന്നുള്ളൂ. ഗേഷ്യസ് സ്റ്റേറ്റിലെ 2 റിയാക്ടന്റുകൾ കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ആവുമ്പോൾ അവരുടെ മൊളാർ വോളിയവും ഒരു സ്മോൾ വോൾ നമ്പർ റേഷ്യോയിലായിരിക്കും എന്നാണ് പറയുന്നത്. 1:1 റേഷ്യോയിലായിരിക്കും അവരുടെയും എന്താണ് അറേഞ്ച്മെന്റ്. ദെൻ അവഗാഡ്രോ ലോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആണ്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള പോർഷൻ ആണ്. സോ ഓക്കെ അല്ലേ? സോ ഇതാണ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, അത്ര പോർഷൻസേ വരുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ്. യെസ്, വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ ഇംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. ഇംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയുമാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും എങ്ങനെയാണ് പ്രോബ്ലം വന്നാൽ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് നോക്കണം. സോ ഇംപിരിക്കൽ ഫോർമുല അഥവാ EF എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് ആറ്റം. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് atoms in a compound. That is the simplest whole number ratio of atoms in a compound ആണ് നമ്മൾ ഇംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി എന്താണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാല്?
മോളിക്കുലാർ ഫോർമുല, എംപിരിക്കൽ ഫോർമുല നമ്മൾ കണ്ടു, സിംപ്ലസ്റ്റ് വോൾ നമ്പർ റേഷ്യോ ആണ് ആറ്റംസിന്റെ. ഇനി എന്താണ് മോളിക്കുലാർ ഫോർമുല? നമുക്ക് MF എന്ന് വിളിക്കാം. MF മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോമ്പൗണ്ടിലെ എക്സാക്ട് നമ്പർ ഓഫ് ആറ്റംസിനെ കാണിക്കുന്നതാണ് മോളിക്കുലാർ ഫോർമുല. അപ്പൊ it shows the exact number of atoms. It shows the exact number of atoms in a compound. ഒരു കോമ്പൗണ്ടിലെ എക്സാക്ട് നമ്പർ ഓഫ് ആറ്റംസിനെ കാണിക്കുന്നവരെയാണ് നമ്മൾ മോളിക്കുലാർ ഫോർമുല എന്ന് വിളിക്കുന്നത്. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ആ കോമ്പൗണ്ടിലുള്ള ആറ്റംസിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹോൾ നമ്പർ റേഷ്യോയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ആറ്റംസ് ഉണ്ടോ അതിന്റെ എക്സാക്ട് നമ്പർ ആയിട്ട് കാണിക്കുന്നതാണ് നമ്മുടെ മോളിക്കുലർ ഫോർമുല, അല്ലെങ്കിൽ MF എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ദ മെത്തേഡ് ടു കാൽക്കുലേറ്റ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ബോർഡ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള the method to calculate the empirical formula. empirical formula calculate ചെയ്യാനുള്ള മെത്തേഡ് നമ്മളൊക്കെ ഒരു ബോക്സ് ഒക്കെ വരച്ച് പഠിച്ചതാണ് അല്ലെ? സോ നമുക്ക് അതേപോലെ ഒരു ബോക്സ് ഒക്കെ വരയ്ക്കാം. ഓക്കെ, ഒരു ബോക്സ് ഒക്കെ നമ്മൾ വരച്ചു. ഇനി ഇവിടെ നമ്മൾ ആറ്റംസിനെ എഴുതും. ഇവിടെ എന്താണ്? പെർസെന്റേജ് അല്ലെങ്കിൽ റേഷ്യോ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ബൈ അറ്റോമിക് മാസ്. ഇവിടെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹോൾ നമ്പർ റേഷ്യോ, നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ടല്ലേ നമ്മൾ ആ പ്രോബ്ലം ചെയ്തുകൊണ്ടിരുന്നത്. ഈ ബോക്സ് ഒക്കെ വരച്ചാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യുന്നത്. അവിടെ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, മിനിമം മോളിക്കുലാർ മാസ് ഓഫ് കോമ്പൗണ്ട്. മിനിമം മോളിക്കുലാർ മാസ് ഓഫ് കോമ്പൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? യെസ്, അറ്റോമിക് മാസ് ഓഫ് എലമെന്റ് ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ഓഫ് എലമെന്റ് ഇൻറ്റു 100. ഇതായിരുന്നു നമ്മുടെ മിനിമം മോളിക്കുലാർ മാസ് ഓഫ് കോമ്പൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മോളിക്കുലാർ ഫോർമുലയും ഇംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻ, രണ്ടും തമ്മിലൊരു റിലേഷനും കൂടെ ഉണ്ടല്ലേ? ഇംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തന്നിരിക്കുന്നു. എങ്ങനെ നമുക്ക് ഇംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് മോളിക്കുലാർ ഫോർമുലയിൽ എത്താം? ഇൻറ്റു n ചെയ്താൽ മതി. ഇനി എങ്ങനെ മോളിക്കുലാർ ഫോർമുലയിൽ നിന്ന് ഇംപിരിക്കൽ ഫോർമുലയിൽ എത്താം? ഡിവൈഡഡ് ബൈ n ചെയ്താൽ മതി. അപ്പൊ ടീച്ചറെ പറഞ്ഞു തരുമോ എന്താണ് ഈ n എന്ന് പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് ദ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. n എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആണ്. എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? MF, അതായത് മോളിക്കുലാർ ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ ഇംപിരിക്കൽ ഫോർമുല മാസ്. ദാറ്റ് ഈസ് ദ മോളിക്കുലാർ ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ ദ ഇംപിരിക്കൽ ഫോർമുല മാസ്. ഇതൊക്കെ നമ്മൾ അവിടെ +1 പഠിക്കുന്ന ഓരോ ഇക്വേഷൻസ് ആണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സോ നൗ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ നെക്സ്റ്റ് പോർഷൻ. നമുക്ക് അടുത്ത പോർഷൻ. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? എന്താണ് n ഫാക്ടർ, നമ്മൾ ഇംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും ഒക്കെ ക്ലിയർ ആയി. നെക്സ്റ്റ് നമുക്കിനി പഠിക്കാനുള്ളത് പെർസെന്റേജ് കോമ്പോസിഷൻ ആണ്. സോ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ പെർസെന്റേജ് കോമ്പോസിഷൻ. സോ പെർസെന്റേജ് കോമ്പോസിഷൻ. ഓക്കെ, അപ്പൊ പെർസെന്റേജ് കോമ്പോസിഷനിൽ നമുക്ക് പഠിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത് വരുന്നത് W/W അല്ലെങ്കിൽ പെർസെന്റേജ് ബൈ മാസ്. പെർസെന്റേജ് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. സോ ഹൗ വിൽ വി കാൽക്കുലേറ്റ് ദ പെർസെന്റേജ് ബൈ മാസ്? In order to calculate the percentage by mass, we have to divide the given mass by total mass. Given mass WA divided by the total mass into 100 ചെയ്താൽ മതി. എന്താണ്? given mass WA divided by the total mass WA plus WB into 100 ചെയ്താൽ നമുക്ക് percentage by mass കിട്ടും. സേ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ തരികയാണ്, 20% W/W NaOH aqueous solution. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കും? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ ഡീകോഡ് ചെയ്യും? യെസ്, ഇതിനർത്ഥം 20 gram of NaOH is present in
is present in 100 gram solution. Is present in 100 gram solution. അതായത് 20% mass by mass of NaOH aqueous solution എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? യെസ്, 20 gram NaOH 100 gram aqueous solution of NaOH ഉണ്ട് എന്നാണ് അതിനെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഡീകോഡ് ചെയ്ത് എടുക്കേണ്ടത്. മനസ്സിലായോ? സോ ഫസ്റ്റ് പെർസെന്റേജ് കോമ്പോസിഷന് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? ആ പെർസെന്റേജ് ബൈ മാസ്, W/W പെർസെന്റേജ് ബൈ മാസ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ മാസ് WA plus WB. ദെൻ സെക്കൻഡ് വന്നിട്ട് രണ്ടാമത്തത് നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പൊ നമ്മള് മാസ് ബൈ മാസ് പഠിച്ചു. നെക്സ്റ്റ് വോളിയം ബൈ വോളിയം, ദാറ്റ് ഈസ് ദ പെർസെന്റേജ് ബൈ വോളിയം. പെർസെന്റേജ് ബൈ വോളിയം. എങ്ങനെയാണ് നമ്മൾ പെർസെന്റേജ് ബൈ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? യെസ്, നോക്കിക്കേ, പെർസെന്റേജ് ബൈ വോളിയം, പെർസെന്റേജ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു the volume given divided by the total volume, that is VA plus VB into 100 ചെയ്താൽ മതി അല്ലേ? given volume VA divided by VA plus VB, the total volume into 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർസെന്റേജ് ബൈ വോളിയം കിട്ടും. സോ ഇവിടെയും നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ തരാണ്. 20% വോളിയം ബൈ വോളിയം NaOH അക്വസ് സൊല്യൂഷൻ എന്ന് നമുക്ക് തന്നിരിക്കുന്നു. NaOH അക്വസ് സൊല്യൂഷൻ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ഡീകോഡ് ചെയ്യും? യെസ്, 20 ml ഓഫ് NaOH ഈസ് പ്രസന്റ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. ഈസ് പ്രസന്റ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. 100 ml ഓഫ് സൊല്യൂഷനില് 20 ml ഓഫ് NaOH പ്രസന്റ് ആണ് എന്നാണ് അതിനർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? സോ പെർസെന്റേജ് കോമ്പോസിഷനിൽ നമ്മൾ ആദ്യം പെർസെന്റേജ് ബൈ മാസും കണ്ടു, പെർസെന്റേജ് ബൈ വോളിയവും കണ്ടു. ക്ലിയർ ആയേ? സോ പെർസെന്റേജ് ബൈ മാസും പെർസെന്റേജ് ബൈ വോളിയവും കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താണ്? പെർസെന്റേജ് ബൈ മാസുമായി, പെർസെന്റേജ് ബൈ വോളിയവുമായി. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് മാസ് ബൈ വോളിയം. ഇപ്പൊ മാസ് ബൈ മാസുമായി, വോളിയം ബൈ വോളിയവുമായി. നെക്സ്റ്റ് നമ്മൾ മൂന്നാമത് വരുന്നതാണ് W/V, അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? മാസ് ബൈ വോളിയം എന്ന് എഴുതാം. മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? യെസ്, ദ മാസ് ബൈ വോളിയം ഓഫ് A is equal to WA divided by VA plus VB, the total volume, into 100. Given mass WA divided by total volume VA plus VB into 100 ചെയ്താൽ. ഇനി ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, നമ്മൾക്ക് ചോദിക്കുകയാണ് the 20% W/V NaOH aqueous solution. NaOH aqueous solution എന്ന് നമ്മൾ ചോദിക്കുകയാണ്. എന്താണ് അതിനർത്ഥം? യെസ്, 20 gram of NaOH is present in 20 gram of NaOH is present in 100 gram of 100 ml of solution. 100 ml of solutionൽ എന്തുണ്ട്? 20 gram of NaOH ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ മൂന്നാമത്തതുമായി, അതായത് വെയിറ്റ് ബൈ മാസ് ബൈ വോളിയവുമായി. അപ്പൊ ഇനി ഏതാ വരാനുള്ളത്? യെസ്, നമുക്കറിയാം നാലാമത്തെ ഏതായിരിക്കും ഉറപ്പായിട്ടും? വോളിയം ബൈ മാസ് ആയിരിക്കും അല്ലെ? വോളിയം ബൈ മാസ്. വോളിയം ബൈ മാസ് ആണ്. വോളിയം ബൈ മാസ്. എങ്ങനെയാണ് നമ്മൾ വോളിയം ബൈ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വോളിയം ബൈ മാസ് ഓഫ് A is equal to, ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ അല്ലെ? വോളിയം ഓഫ് A ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ മാസ്, ദാറ്റ് ഈസ് WA plus WB into 100 ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? സോ വോളിയം ബൈ മാസ് കാൽക്കുലേറ്റ് ചെയ്താൽ വോളിയം ഓഫ് A, വോളിയം ബൈ മാസ് ഓഫ് A is equal to വോളിയം ഓഫ് A ഡിവൈഡഡ് ബൈ WA plus WB നമ്മൾ ചെയ്താൽ മതി. ഇനി നേരത്തെ ഇവിടെ തന്നിരിക്കുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നാൽ ചെയ്യാൻ പറ്റുമോ? ദാ നമുക്ക് തന്നിരിക്കുന്നതാണ് 20% ഓഫ് V/W NaOH aqueous solution എന്ന് നമ്മുടെ അടുത്ത് തരുന്നു. NaOH aqueous solution. എന്താണ് ഇതിനർത്ഥം? യെസ്, 20 ml of NaOH is present in 100 gram of solution. മനസ്സിലായോ? എന്താണ് അതിനർത്ഥം? 20 ml of NaOH is present in 100 gram of solution. 100 gram of solutionൽ എന്തുണ്ട്?
20 ml ഓഫ് NaOH ഉണ്ടെന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? സോ പെർസെന്റേജ് കോമ്പോസിഷനിൽ നമ്മൾ 4 പെർസെന്റേജ് കോമ്പോസിഷൻസ് കണ്ടു. എന്താണ് പെർസെന്റേജ് ബൈ മാസ്, പെർസെന്റേജ് ബൈ വോളിയം, മാസ് ബൈ വോളിയം ആൻഡ് ദെൻ വോളിയം ബൈ മാസ്. ക്ലിയർ ആയോ? സോ 4 കോമ്പോസിഷൻ സെറ്റ് അല്ലേ, അതിന്റെ ഇക്വേഷൻസ് ഒക്കെ അല്ലേ. സോ പെർസെന്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്ന ആ ഒരു സെഷൻ നമുക്ക് ഇത്ര ഇക്വേഷൻസ് ഒക്കെയാണ് കവർ അപ്പ് ചെയ്യാനുള്ളത്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റോഷിയോമെട്രി ആണ്. സ്റ്റോഷിയോമെട്രി ഓൾറെഡി നമ്മുടെ സിലബസിൽ തന്നെ പറയുന്ന ഒരു പോർഷൻ ആണ്. നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക് ഏതാണ്? യെസ്, സ്റ്റോഷിയോമെട്രി. സോ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ ടോപ്പിക് സ്റ്റോഷിയോമെട്രി. സ്റ്റോഷിയോമെട്രി അവിടെ നിന്ന് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ നോക്കാം. സോ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. N2 plus 3H2 gives 2NH3. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഗേഷ്യസ് ഫേസിലുള്ള ഇക്വേഷൻ. ഇതും ഗേഷ്യസ് ഫേസ്. N2 plus 3H2 gives 2NH3 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇവിടുന്ന് നമുക്ക് ഷോർട്ട് കട്ടുകളൊക്കെ പഠിക്കണമെങ്കിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോം ആദ്യമേ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. സോ നമുക്ക് ആ സ്റ്റാൻഡേർഡ് ഫോം എന്താണെന്ന് നോക്കി മനസ്സിലാക്കാം. ആ സ്റ്റാൻഡേർഡ് ഫോം നോക്കാം. സോ ഇപ്പോ 1 മോള് ഇവിടെ 3 മോളുമായിട്ട് കമ്പൈൻ ചെയ്ത് 2 മോൾസ് ഉണ്ടായിരിക്കുകയാണ് അല്ലെ, നമ്മുടെ ആസ് പെർ ദ ഇക്വേഷൻ N2 plus 3H2 gives 2NH3 എന്നുള്ള ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ 1 മോൾ N2 3 മോൾ H2 ആയിട്ട് കമ്പൈൻ ചെയ്ത് 2 മോൾ NH3, 2 അമോണിയ മോളിക്യൂൾ ആണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. സോ നമുക്കതിനെ ഇങ്ങനെയും എഴുതിക്കൂടെ? 1 മോളിക്യൂൾ N2 then 1 മോളിക്യൂൾ H2 എന്തുണ്ടാക്കി? 2 മോളിക്യൂൾ NH3 അവിടെ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഗ്രാംസിന്റെ ടേംസിൽ N2 എന്ന് പറയുമ്പോൾ എത്രയാണ്? യെസ്, 28 ഗ്രാം അല്ലേ. ഇനി H2 എന്ന് പറയുമ്പോഴോ 3 എണ്ണം ഉണ്ട് അല്ലേ, അപ്പൊ 6 ഗ്രാം ആണ്. അതുപോലെ NH3 അതായത് 2NH3 ആണ്. 2NH3 എന്ന് പറയുമ്പോൾ N14 H3 3, അപ്പൊ 14 + 3 17, 2 NH3 ആണ്. അപ്പോ യെസ് 34 ഗ്രാം ആണ്. അത് ഗ്രാംസിന്റെ പേരിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇനി നമുക്ക് വോളിയത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ 1 മോളേ ഉള്ളൂ. സോ 22.4 ലിറ്റർ. ഇവിടെ 3 ഇല്ലേ, സോ 3 × 22.4 ലിറ്റർ എന്ന് എഴുതാം. ഇവിടെ 2 എണ്ണമാണ്. സോ 2 × 22.4 ലിറ്റർ. ഇതങ്ങ് മനസ്സിലേക്ക് നിങ്ങൾ പതിപ്പിച്ച് വെച്ചേക്കുക. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം. ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുക. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. സെറ്റ് ആയോ? സോ ഈ സ്റ്റാൻഡേർഡ് ഫോം വെച്ചിട്ട് നമ്മൾ ഇനി ബേസിക് ആയിട്ടുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. സോ ബേസിക് ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് തന്നെ ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് നോക്കി നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റുമല്ലോ. സോ നോക്കിക്കേ, ഇപ്പോ 28 ഗ്രാം 6 ഗ്രാമുമായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടിയത് എന്താണ്? ജസ്റ്റ് 34 ഗ്രാം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിരിക്കുക. സോ നമ്മുടെ അടുത്ത് പറയാണ് 280 ഗ്രാം എത്രയോ ഗ്രാമുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോ എത്രയോ ഗ്രാം ഉണ്ടായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 28ൽ നിന്നും 280 വന്നത് എങ്ങനാ? ഇൻറ്റു 10 അല്ലേ. സോ ഇത് എത്രയായിരിക്കും? 60 ഗ്രാം ആയിരിക്കും. അപ്പൊ ഇതേ ഇൻറ്റു 10 അല്ലേ. സോ ഇത് എത്രയായിരിക്കും? 340 ഗ്രാം ആയിരിക്കും. മനസ്സിലായോ? കറസ്പോണ്ടിംഗ്ലി ചെയ്താൽ മതി. സോ സ്റ്റാൻഡേർഡ് ഫോം അറിയാമെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ഫോം വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമുക്കറിയാം വീണ്ടും N2 plus 3H2 gives 2NH3 എന്നതില് ഇത് 28 ഗ്രാം ആണ്, ഇത് 6 ഗ്രാം ആണ്, ഇത് 34 ഗ്രാം ആണ്. സോ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ഡാഷ് ഗീവ്സ് 17 ഗ്രാം എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്കറിയാം 34ൽ നിന്നും ഇത് ഡിവൈഡഡ് ബൈ 2 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 14 ഗ്രാം ആയിരിക്കും. ഇത് എത്രയായിരിക്കും? 6/2 3 ഗ്രാം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ അല്ലേ? സോ നെക്സ്റ്റ് വീണ്ടും ചോദിക്കുകയാണ്, ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് 68 ഗ്രാം ആണ്. അതായത് എന്ത് സംഭവിച്ചിരിക്കുന്നത്? 68 ആവുമ്പോൾ ഇൻറ്റു 2 ആണ്. സോ ഇതെത്ര വരും? 12 വരും. ഇതെത്ര വരും? 12 അല്ല 28/56 വരും അല്ലേ. 56 വരും അല്ലെ. 56 ഗ്രാം വരും. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ആ സ്റ്റാൻഡേർഡ് ഫോം അറിയാമെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ഫോമിൽ നിന്നും ഷോർട്ട് കട്ട് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരികയാണ്. ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതി വരാം. അതായത് നമുക്കറിയാം 28 ഗ്രാം 6 ഗ്രാമുമായിട്ട് കമ്പൈൻ ചെയ്ത് 34 ഗ്രാം. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത് പറയാണ് ഡാഷ് ഗ്രാമും കൂടെ കമ്പൈൻ ചെയ്ത്
കമ്പൈൻ ചെയ്ത് 11 ഗ്രാം ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്, നമ്മുടെ ഗിവൺ ആയിട്ടുള്ളത്. സോ ഇങ്ങനെ കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്? ക്രിസ് ക്രോസ് മെത്തേഡ്, ഷോർട്ട് കട്ട് ആണ്, ഇതൊരു ഷോർട്ട് കട്ട് ആണ്. ക്രിസ് ക്രോസ് മെത്തേഡ് നമ്മൾ ചെയ്താൽ മതി. എങ്ങനെയാണ് ക്രിസ് ക്രോസ് മെത്തേഡ് ചെയ്യുന്നത്? അതായത് ഇപ്പൊ നമ്മുടെ അടുത്ത് വെയിറ്റ് ഓഫ്, ഇതാണ് നമ്മുടെ N2, ഇത് H2, ഇത് നമ്മൾ ഉണ്ടാവുന്ന NH3. ഓക്കെ, സോ നമുക്ക് വെയിറ്റ് ഓഫ് N2 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? 28 into given, that is the 11 divided by total NH3 34 ചെയ്താൽ മതി, അത്രയും ഗ്രാം ആണ്. ഇനി വെയിറ്റ് ഓഫ് അല്ലെങ്കിൽ മാസ് ഓഫ് H2 ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 11, അതായത് given into 6, H2 6 divided by total 34 ചെയ്താൽ മതി. മനസ്സിലായോ? ഇതാണ് ക്രിസ് ക്രോസ് മെത്തേഡ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ആ സ്റ്റാൻഡേർഡ് ഫോം അറിയാമെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ക്രിസ് ക്രോസ് മെത്തേഡ് യൂസ് ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ 10 അങ്ങനെയൊക്കെ വരാതെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റോഷിയോമെട്രി നോക്കി ചെയ്യാൻ പറ്റും. ഇനി അല്ലാതെ തരികയാണെങ്കിൽ നമ്മൾ ഈ ക്രിസ് ക്രോസ് മെത്തേഡ് യൂസ് ചെയ്താൽ മതി. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സോ നമുക്കൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. CH4 നോക്കിക്കേ, CH4 പ്ലസ് 2O2 കമ്പസ്റ്റൻ റിയാക്ഷൻ ആണ് അല്ലെ. 2O2 gives കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ 2H2. ഓക്കെ, ഇതില് ഇത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, ഇത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, ഇത് ലിക്വിഡ് സ്റ്റേറ്റ്, ഇത് ഗേഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് ഇതിന്റെ 16 ഗ്രാം തന്നിരിക്കുന്നത്. നെക്സ്റ്റ് O2 തന്നിരിക്കുന്നത് 2 into 22.4 ലിറ്റർ. ആൻഡ് ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് മോളില് 1 മോൾ ആൻഡ് ദെൻ വാട്ടർ 36 ഗ്രാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കണം. ഇവിടെ ഗിവൺ ആയിട്ടുള്ളത് നമ്മുടെ CH4 മാത്രമാണ്, 10 ഗ്രാം നമുക്ക് തന്നിരിക്കുന്നു. സോ ഇത് നമ്മൾ ലിറ്റേഴ്സിൽ കണ്ടുപിടിക്കണം, ഇത് നമ്മൾ മോളില് കണ്ടുപിടിക്കണം, ഇത് നമ്മൾ ഗ്രാമില് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ വോളിയം ഓഫ് ഓക്സിജൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ക്രിസ് ക്രോസ് മെത്തേഡ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഗിവൺ ദാറ്റ് ഈസ് 10 into 2 into 22.4 ഡിവൈഡഡ് ബൈ അതിന്റെ ടോട്ടൽ എത്ര? 16. അപ്പൊ നമുക്ക് എത്രയും ലിറ്റർ കിട്ടും. ഇനി മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് യെസ് ഗിവൺ മാസ് into 10 into ഗിവൺ മോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ 16, അത്രയും മോൾ എന്ന് കിട്ടും. ഇനി എങ്ങനെ നമുക്ക് മാസ് ഓഫ് H2O എങ്ങനെ കണ്ടുപിടിക്കും? 10 into ടോട്ടൽ 36 ഡിവൈഡഡ് ബൈ ഗിവൺ 16 ഗ്രാം, അത്രയും ഗ്രാം ആണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് ക്രിസ് ക്രോസ് മെത്തേഡിൽ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, സോ ഒരു കോൺസെപ്റ്റും അവിടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ ടോപ്പിക് പ്യൂരിറ്റി കോൺസെപ്റ്റ്. ഇതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക് ആണ് ഇതിനകത്ത് വരുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ ഡീലിംഗ് വിത്ത് പ്യൂരിറ്റി കോൺസെപ്റ്റ്. ഈ പ്യൂരിറ്റി കോൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് മാത്രമാണ്? റിയാക്ടന്റുകളുടെ കേസിലാണ് നമ്മൾ പ്യൂരിറ്റി കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി അപ്ലൈഡ് ഫോർ റിയാക്ടന്റ് മോളിക്യൂൾസിനാണ് നമ്മൾ ഈ പ്യൂരിറ്റി കോൺസെപ്റ്റ് മെയിൻ ആയിട്ടും അപ്ലൈ ചെയ്യുന്നത്. ഫോർ റിയാക്ടന്റ് മോളിക്യൂൾസിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഗിവൺ മാസ് ഓഫ് റിയാക്ടന്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് പ്യൂർ റിയാക്ടന്റ് പ്ലസ് impurities ആണ്. മാസ് ഓഫ് പ്യൂർ റിയാക്ടൻസ് പ്ലസ് ഇമ്പ്യൂരിറ്റീസ് ആണ്. സോ ഈ മാസ് ഓഫ് പ്യൂർ റിയാക്ടൻസ് ആണ് റിയാക്ട് ചെയ്യുന്നത്, റിയാക്ഷന് വിധേയമാകുന്നത്. സോ പെർസെന്റേജ് പ്യൂരിറ്റി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പെർസെന്റേജ് പ്യൂരിറ്റി is equal to mass of pure reactant divided by given mass of reactant into 100 ചെയ്താൽ മതി. എന്താണ്? പെർസെന്റേജ് പ്യൂരിറ്റി കണ്ടുപിടിക്കാൻ മാസ് ഓഫ് പ്യൂർ റിയാക്ടന്റ് ഇൻറ്റു ഗിവൺ മാസ് ഓഫ് റിയാക്ടന്റ് ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇൻറ്റു 100 ചെയ്താൽ മതി. സോ ഇതാണ് നമ്മുടെ പെർസെന്റേജ് പ്യൂരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടു ഫൈൻഡ് ദ പെർസെന്റേജ് പ്യൂരിറ്റി. It is mostly applied in the case of reactant molecules വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി എന്താണ് ഈൽഡ് കോൺസെപ്റ്റ്? ഇതൊരു കോൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈൽഡ് കോൺസെപ്റ്റ്. എന്താണ് ഈൽഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്?
എന്താണ് ഈൽഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഈൽഡ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ മറ്റൊരു പേരിൽ എഫിഷ്യൻസി കോൺസെപ്റ്റ് എന്നും പറയുന്നത്. എഫിഷ്യൻസി, ഈൽഡ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ എഫിഷ്യൻസി കോൺസെപ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈൽഡ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ എഫിഷ്യൻസി കോൺസെപ്റ്റ്. ഈൽഡ് കോൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പ്രോഡക്റ്റുകളുടെ കേസിലാണ്. മോസ്റ്റ്ലി അപ്ലൈഡ് ഫോർ ഓർ ഇൻ ദ കേസ് ഓഫ് പ്രോഡക്ട്സ്. പ്രോഡക്ട്സിന്റെ കേസിലാണ് നമ്മൾ ഈൽഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈൽഡ് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. സോ ഈൽഡ് കോൺസെപ്റ്റിന്റെ ഇക്വേഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ആക്ച്വൽ ഈൽഡ്. എന്താണ് ആക്ച്വൽ ഈൽഡ് അല്ലെങ്കിൽ മറ്റൊരു പേര് തന്നെ എക്സ്പെരിമെന്റൽ ഈൽഡ് എന്നും പറയും. എന്താണ് ആക്ച്വൽ ഈൽഡ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ഈൽഡ്? ആക്ച്വലി നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, ആ റിയാക്ഷനിൽ ഒബ്സർവ് ചെയ്ത് കിട്ടുന്നതാണ് ആക്ച്വൽ ഈൽഡ്. ദാറ്റ് ഈസ് ആക്ച്വലി ഒബ്റ്റൈൻഡ് ഇൻ എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റിൽ നമുക്ക് ആക്ച്വലി ഒബ്റ്റൈൻഡ് ചെയ്തത്, ആക്ച്വലി ഒബ്റ്റൈൻഡ് ഇൻ എക്സ്പെരിമെന്റ്. ആക്ച്വലി ഒബ്റ്റൈൻഡ് ഇൻ എക്സ്പെരിമെന്റ് ആണ് എന്ത്? ആക്ച്വൽ ഈൽഡ്. ഇനി എന്താണ് തിയറിറ്റിക്കൽ ഈൽഡ് എന്ന് പറയുന്നത്? what do you mean by theoretical yield? It is calculated from stoichiometry. It is calculated from stoichiometry. സ്റ്റോഷിയോമെട്രിയിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ തിയററ്റിക്കൽ ഈൽഡ്. എന്താണ് ആക്ച്വൽ ഈൽഡ്, എന്താണ് തിയററ്റിക്കൽ ഈൽഡ് എന്ന് മനസ്സിലായോ? സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പെർസെന്റേജ് ഈൽഡ് എന്നാണ്, എത്രയാണെന്ന്. സോ ഇത് രണ്ടും അറിഞ്ഞാലേ നമുക്ക് അത് ഇക്വേഷൻ മനസ്സിലാവുന്നുള്ളൂ. സോ ഇനി നമ്മുടെ പെർസെന്റേജ് ഈൽഡിന്റെ ഇക്വേഷൻ പറയാം. ദാറ്റ് ഈസ് ദ പെർസെന്റേജ് ഈൽഡ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഈൽഡ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ഈൽഡ്. ആക്ച്വൽ ഈൽഡ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ഈൽഡ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദ പെർസെന്റേജ് ഈൽഡ് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് the percentage yield is equal to the actual yield divided by the theoretical yield into 100. So what do you mean by the actual yield അല്ലെങ്കിൽ experimental yield? നമ്മൾ experimentally observe ചെയ്യുന്ന, obtain ചെയ്യുന്ന yield ആണ്. What do you mean by the theoretical yield? നമ്മൾ stoichiometry വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതാണ്. സെറ്റ് ആയോ? സോ അതിൽ നിന്നും yield എത്ര നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? percentage yield it is the actual yield divided by the theoretical yield into 100 ചെയ്താൽ മതി. സെറ്റ് അല്ലേ? ഓക്കെ ആയില്ലേ? സോ yield കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഈൽഡ് കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? സോ ഈൽഡ് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ നമുക്ക് ഇനി മെയിൻ ആയിട്ടുള്ള ഒരാളെ പഠിക്കാനുണ്ട്. യെസ്, ഇറ്റ് ഈസ് അബൌട്ട് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ലിമിറ്റിംഗ് റിയേജന്റ് അല്ലേ? നമ്മൾ പ്ലസ് 1 പഠിക്കുമ്പോഴേ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ് ലിമിറ്റിംഗ് റിയേജന്റ്, LR. എന്താണ്? ഒരു റിയാക്ഷനിൽ ആദ്യം കംപ്ലീറ്റ്ലി കൺസ്യൂം ആവുന്ന ആൾ അല്ലേ? ദാറ്റ് ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് റിയാക്ടന്റ്. ലിമിറ്റിംഗ് റിയേജന്റ് ഈസ് that reactant that is completely consumed first in the chemical reaction. റിയാക്ഷനിൽ ആദ്യം കംപ്ലീറ്റ്ലി കൺസ്യൂം ആകുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്താണ് ആവശ്യം? വി നീഡ് ദ ഷോർട്ട് കട്ട് ടു ഫൈൻഡ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. നമുക്ക് വേണ്ടത് ഷോർട്ട് കട്ട് ആണ്. ലിമിറ്റിംഗ് റിയേജ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ആണ് നമുക്ക് വേണ്ടത്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ലിമിറ്റിംഗ് റിയേജന്റ് ഷോർട്ട് കട്ട് ആയിട്ട് കണ്ടുപിടിക്കാൻ യു ഹാവ് ടു ഫസ്റ്റ് കാൽക്കുലേറ്റ് ദ റേഷ്യോ. എന്തിന്റെ റേഷ്യോ? ദ റേഷ്യോ ഓഫ് given number of moles to their stoichiometric coefficient. Their stoichiometric coefficient. Okay, so in order to calculate the limiting reagent in shortcut, we have to first calculate the ratio between the given number of moles and their stoichiometric coefficient. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ലിമിറ്റിംഗ് റിയേജന്റ് മനസ്സിലായി. ഇനി എന്താണ് എക്സസ് റിയേജന്റ് എന്ന് പറയുന്നത്? What about the excess reagent അല്ലെങ്കിൽ ER? excess reagent എന്ന് പറഞ്ഞാൽ എന്താണ്? the reagent which is not completely consumed. ഏതാണോ കംപ്ലീറ്റ്ലി കൺസ്യൂം ആകാത്തത്. എന്താണ്? the reagent which is not completely consumed. The reagent which is not completely consumed. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? യെസ്, എക്സസ് റിയേജന്റ് ER എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? എക്സസ് റിയേജന്റ് ER എന്ന് നമ്മൾ വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇപ്പൊ നമ്മളത് ചോദിക്കുകയാണ്,
N2 plus 3H2 gives 2NH3 എന്നുള്ള നമ്മുടെ റിയാക്ഷൻ. അപ്പൊ ഇതൊരു 10 മോളാണെന്നിരിക്കട്ടെ, ഇതൊരു 10 മോൾ എടുക്കുന്നു. സോ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്. നമ്മൾ എന്ത് ചെയ്യും? ഗിവൺ മോൾ അല്ലെ, 10 ഡിവൈഡഡ് ബൈ ദി സ്റ്റോഷിയോമെട്രി 1, ദാറ്റ് ഈസ് 10. ഇവിടെ ആണെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് 3.33 സംതിങ് വരും. സോ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? യെസ്, നമുക്ക് മനസ്സിലായി H2 ആണ്. ഇനി ആരാണ് ഇവിടുത്തെ എക്സസ് റിയേജന്റ് എന്ന് പറയുന്നത്? എക്സസ് റിയേജന്റ് എന്ന് പറയുന്നത് N2 ആണ്. സെറ്റ് അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റിനെയും എക്സസ് റിയേജന്റിനെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? സോ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ ലാസ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. നമ്മൾ ഇനി കോൺസെൻട്രേഷൻ ടേംസുകൾ, ഏതൊക്കെ കോൺസെൻട്രേഷൻ ടേംസുകളാണ് നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. സോ ഈ കോൺസെൻട്രേഷൻ ടേമുകളൊക്കെ തന്നെ നിങ്ങൾ നമ്മൾ നീറ്റ് പഠിക്കാൻ നമ്മൾ റിഡോക്സ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലൊക്കെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊരു ബേസ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. നമ്മൾ സമയം കളയേണ്ട, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ദാറ്റ് ഈസ് അബൌട്ട് ദ കോൺസെൻട്രേഷൻ ടേംസ്. ദാറ്റ് ഈസ് വി ആർ ഡീലിംഗ് വിത്ത് ദ കോൺസെൻട്രേഷൻ ടേംസ്. അപ്പൊ കോൺസെൻട്രേഷൻ ടേംസിൽ ആദ്യം നമുക്ക് ഫ്രാക്ഷൻ ടേംസിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, ഫ്രാക്ഷൻ ടേംസിനെ പറ്റി, കോൺസെൻട്രേഷൻ ടേംസിലെ ഫസ്റ്റ് സബ് പാർട്ട് ഫ്രാക്ഷൻ ടേംസിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഫ്രാക്ഷൻ ടേംസിൽ ആദ്യം വരുന്നത് മാസ് ഫ്രാക്ഷൻ. എന്താണ്? മാസ് ഫ്രാക്ഷൻ. അപ്പൊ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം A plus B ആണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ മാസ് ഫ്രാക്ഷൻ, ദ മാസ് ഫ്രാക്ഷൻ ഓഫ് A കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മാസ് ഫ്രാക്ഷൻ ഓഫ് A കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? WA ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ മാസ്. WA ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ മാസ്, ദാറ്റ് ഈസ് WA ബൈ WA പ്ലസ് WB ചെയ്താൽ മതി. WA ബൈ WA പ്ലസ് WB ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ഒരു കോൺസെൻട്രേഷൻ ഫ്രാക്ഷൻ ടേംസിൽ വരുന്നതാണ് നെക്സ്റ്റ് നമ്മുടെ വോളിയം ഫ്രാക്ഷൻ. വോളിയം ഫ്രാക്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? വോളിയം ഫ്രാക്ഷൻ, യെസ്, വോളിയം ഫ്രാക്ഷൻ ഓഫ് A നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, വോളിയം ഫ്രാക്ഷൻ ഓഫ് A നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? യെസ്, വോളിയം ഓഫ് A ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ വോളിയം, ദാറ്റ് ഈസ് വോളിയം ഓഫ് A ഡിവൈഡഡ് ബൈ VA പ്ലസ് VB ചെയ്താൽ മതി, നമുക്ക് വോളിയം ഫ്രാക്ഷൻ കിട്ടും. അപ്പൊ അതും മാസ് ഫ്രാക്ഷൻ ടേംസിൽ വരുന്നതാണ്. ഇനി മൂന്നാമത് നമ്മുടെ വരുന്നതാണ് നമുക്ക് അറിയാവുന്ന നമ്മുടെ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് യെസ്, മോൾ ഫ്രാക്ഷൻ. What do you mean by mole fraction? Mole fraction നമ്മൾ കൈ എന്നാണ് സംബോധന ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത് കൈ വെച്ചിട്ടാണ്. നമ്മൾ കൈ എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ മോൾ ഫ്രാക്ഷൻ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് കൈ A is equal to number of moles of A divided by the total number of moles. That is കൈ A എന്ന് പറഞ്ഞാൽ number of moles of A divided by number of moles of A plus number of moles of B ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇനി കൈ B കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ കൈ B കാൽക്കുലേറ്റ് ചെയ്യും? നോക്കിക്കേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് B ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് B ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് A പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് B ചെയ്താൽ മതി. അപ്പൊ കൈ Aയും കൈ Bയും കണ്ടുപിടിക്കേണ്ട. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി വേറെ റിലേഷൻ ആണ് ഈ കൈ A പ്ലസ് കൈ B എന്ന് പറഞ്ഞാൽ എന്താണ്? It always will be equal to 1 ആണ്. അല്ലെങ്കിൽ കൈ A by കൈ B is equal to NA divided by NB. ഇതും നമ്മൾ ഇവിടെ പഠിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സോ ഇതാണ് ഫ്രാക്ഷൻ ടേംസിൽ നമുക്ക് വരുന്ന ആളുകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? യെസ്, വി ഡീൽ അബൌട്ട് ദ മാസ് ഫ്രാക്ഷൻ, വോളിയം ഫ്രാക്ഷൻ ആൻഡ് ഓൾസോ മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ അതിൽ ഇമ്പോർട്ടന്റ് ആണ്. മോൾ ഫ്രാക്ഷൻ കൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? NA ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, അതായത് NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഇനി കൈ B കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് B കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് B ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, ദാറ്റ് ഈസ് NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഇനി എപ്പോഴും കൈ A പ്ലസ് കൈ B എന്ന് പറയുന്നത് എന്താണ്? 1 ആയിരിക്കും. ഇനി കൈയും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? കൈ A ബൈ കൈ B ഈസ് ഈക്വൽ ടു NA ബൈ NB ആയിരിക്കും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സോ കോൺസെൻട്രേഷൻ ടേംസിലെ ഫ്രാക്ഷൻ ടേംസിലെ ഈ മൂന്നെണ്ണം പഠിക്കാനുണ്ട്. സോ കോൺസെൻട്രേഷൻ ടേംസിൽ ഇനി ബാക്കി വരുന്നത് അടുത്ത വരുന്ന ആളെന്ന് പറയുന്നത് യെസ്, വി ആർ ഡീലിംഗ് അബൌട്ട് ദ മൊളാലിറ്റി. രണ്ടാമത് വരുന്ന ആളാണ് മൊളാലിറ്റി. ഓക്കെ, മൊളാലിറ്റി.
സോ മൊളാലിറ്റി എം, സ്മോൾ എം, മൊളാലിറ്റി എം. എന്താണ് മൊളാലിറ്റി എന്ന് പറയുന്നത്? ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kilogram solute. So molality means it represent the number of moles of solute present in 1 kilogram solvent. 1 kilogram solventിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മൊളാലിറ്റി എം എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് എം റെപ്രസെന്റ്, എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ W1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. ഇതാണ് മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, കോൺസെൻട്രേഷൻ ടേം മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി എന്താണ് ഇതിന്റെ യൂണിറ്റ്? മൊളാലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ പെർ കിലോഗ്രാം അല്ലെ, മോൾ ബൈ കിലോഗ്രാം അല്ലേ, അല്ലെങ്കിൽ മോൾ പെർ കിലോഗ്രാമിനെ നമ്മൾ മൊളാൽ എന്നും വിളിക്കാറുണ്ട് അല്ലെ, മൊളാൽ എന്ന് വിളിക്കാറുണ്ട്. ഇനി മൊളാലിറ്റി എന്ന് പറയുന്ന ടേം ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളാണ്. ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ മൊളാലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ അല്ലേ? സോ ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ ഈ പഠിച്ച മൊളാലിറ്റിയും നമ്മുടെ മോൾ ഫ്രാക്ഷനും, മോൾ ഫ്രാക്ഷൻ നമ്മൾ തൊട്ട് മുന്നേ ഫ്രാക്ഷൻ ടേംസിൽ പഠിച്ചില്ലേ? യെസ്, മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷൻ കൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ചോദിക്കാം. നമുക്ക് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. സോ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു, നമ്മൾ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ ഓൾറെഡി പഠിക്കുന്നതാണ്. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു കൈ ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ കൈ ഓഫ് സോൾവെന്റ്, ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ബൈ സോൾവെന്റ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സോൾവെന്റ്, 1000 ഡിവൈഡഡ് ബൈ എം സോൾവെന്റ്. സോ ഇതാണ് മൊളാലിറ്റി സ്മോൾ എമ്മും നമ്മുടെ മോൾ ഫ്രാക്ഷൻ കൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എന്താണ്? ആ കൈ ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ കൈ ഓഫ് സോൾവെന്റ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ഓഫ് സോൾവെന്റ്. ക്ലിയർ ആയല്ലോ? സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ടേം എന്ന് പറയുന്നത്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് കോൺസെൻട്രേഷൻ ടേം, ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് സോൾവെന്റ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ടേം ആണ് സ്ട്രെങ്ത് ഓഫ് സോൾവെന്റ്. സോ സ്ട്രെങ്ത് ഓഫ് സോൾവെന്റിനെ നമ്മൾ എസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, ക്യാപിറ്റൽ എസ്. അപ്പൊ എന്താണ് സ്ട്രെങ്ത് ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത്? യെസ്, മാസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ. ഇറ്റ് റെപ്രസെന്റ് ദ മാസ് ഓഫ് സൊല്യൂട്ട് present in 1 liter ഓഫ് സൊല്യൂഷൻ. 1 liter ഓഫ് സൊല്യൂഷനിലുള്ള മാസ് ഓഫ് സൊല്യൂട്ടിനെയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്ട്രെങ്ത് ഓഫ് സോൾവെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇതാണ് സ്ട്രെങ്ത് ഓഫ് സോൾവെന്റിന്റെ ഇക്വേഷൻ. ഇനി എന്താണ് ഇതിന്റെ യൂണിറ്റ്? യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാം പെർ ലിറ്റർ ആയിരിക്കും. മനസ്സിലായോ? യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാം പെർ ലിറ്റർ ആണ് സ്ട്രെങ്ത് ഓഫ് സോൾവെന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ സ്ട്രെങ്ത് ഓഫ് സോൾവെന്റും ക്ലിയർ ആയേ. കോൺസെൻട്രേഷൻ ടേംസിൽ നമ്മൾ ആദ്യം ഫ്രാക്ഷൻ ടേംസ് പഠിച്ചു, നെക്സ്റ്റ് മൊളാലിറ്റി പഠിച്ചു, ദെൻ സ്ട്രെങ്ത് ഓഫ് സോൾവെന്റ് പഠിച്ചു. നൗ വി ആർ മൂവിംഗ് ടു ദ നെക്സ്റ്റ് കോൺസെൻട്രേഷൻ ടേം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, മൊളാരിറ്റി. എന്താണ് മൊളാരിറ്റി? മൊളാരിറ്റിയെ നമ്മൾ ക്യാപിറ്റൽ എം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് ഇനി മൊളാരിറ്റി എന്ന് പറയാം? ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ. എന്താണ്? ഇറ്റ് റെപ്രസെന്റ് the number of moles of solute present in 1 liter of solution. 1 liter of solutionലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ മൊളാരിറ്റി ക്യാപിറ്റൽ എം എന്ന് വിളിക്കുന്നത്. മൊളാരിറ്റി ക്യാപിറ്റൽ എം എന്ന് വിളിക്കുന്നത്. അതായത് അല്ലെങ്കിൽ 1000 ml ഓഫ് സൊല്യൂഷൻ എന്ന് നമുക്ക് എഴുതാം അല്ലെ, 1000 ml ഓഫ് സൊല്യൂഷൻ എന്ന് എഴുതാം. ദാറ്റ് ഈസ് എം, ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ, അല്ലെങ്കിൽ W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം. 1000 വന്നുകൊണ്ട് വോളിയം ഇൻ
മില്ലി ലിറ്റർ. ഇതും എന്തിന്റെ ഇക്വേഷൻ ആണ്? മൊളാരിറ്റി കണ്ടുപിടിക്കുന്ന, മൊളാരിറ്റി ക്യാപിറ്റൽ എം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. ഇതിന്റെ യൂണിറ്റ് എന്താണ്? യെസ്, മോൾ പെർ ലിറ്റർ. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്? മൊളാർ. മോളാർ ക്യാപിറ്റൽ എം വെച്ചിട്ട് നമ്മൾ ഇതിന്റെ യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ക്ലിയർ? മനസ്സിലായോ? മൊളാരിറ്റി ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇനി നമുക്ക് മൊത്തത്തിലുള്ള റിലേഷൻഷിപ്പ് ഇക്വേഷൻസ് ഒന്ന് നോക്കാം. അതായത് നോക്കിക്കേ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മൊളാരിറ്റിയും ബാക്കിയുള്ളതുമായിട്ടുള്ള റിലേഷൻഷിപ്സ്. അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഫസ്റ്റ് നമുക്ക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. മൊളാരിറ്റി ഇൻറ്റു മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇനി രണ്ടാമത് മൊളാരിറ്റി is equal to 10 into percentage of mass by mass percentage of solute into density divided by molar mass of solute എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് മൂന്നാമത്തത്, ഇതിനെ തന്നെ വേറൊരു രീതിയിൽ നമുക്ക് എഴുതാം. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 1000 into മൊളാരിറ്റി അല്ല, മൊളാലിറ്റി is equal to 1000 into molarity the whole divided by 1000 into density minus molarity into molar mass of solute. ഇതും ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മൊളാരിറ്റിയും ബാക്കിയുള്ളവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് നമ്മുടെ ന്യൂമറിക്കൽസ് പ്രോബ്ലംസ് വരുമ്പോഴത്തേന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പ് മൂന്നെണ്ണം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഇനി സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ്, ഡൈല്യൂഷന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കണ്ടീഷൻ വരുമ്പോൾ, ഡൈല്യൂഷനോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടീഷൻസ് വരുമ്പോൾ എന്താണ് നമുക്കറിയാം? M1V1 ഈസ് ഈക്വൽ ടു M2V2 എന്നുള്ള ഇക്വേഷൻ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കോൺസ്റ്റന്റ് ആക്കിയിട്ട്. ഓക്കെ, ഇത് ഡൈല്യൂഷന്റെ കേസ്. ഇനി മിക്സിംഗ് വരികയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? മിക്സിംഗ് ആവുമ്പോഴേക്കും M mix ഈക്വൽ ടു M1V1 പ്ലസ് M2V2 ദ ഹോൾ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് മിക്സ്ചർ. ഇതാണ് മിക്സിംഗിന്റെ ഇക്വേഷൻ. ഓക്കെ, സോ ഇതൊക്കെ നമുക്കുള്ള കുട്ടി കുട്ടി ഇക്വേഷൻസ് ആണ്, പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കാനുള്ള എല്ലാ കോൺസെപ്റ്റും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. സോ നെക്സ്റ്റ് നോക്കിക്കേ, നമ്മൾ ലാസ്റ്റ് പഠിച്ച കോൺസെൻട്രേഷൻ ടേംസിൽ ആദ്യം നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? യെസ്, നമ്മുടെ ഫ്രാക്ഷൻ ടേംസ്. അവിടെ നമ്മൾ മാസ് ഫ്രാക്ഷൻ, വോളിയം ഫ്രാക്ഷൻ ആൻഡ് മോൾ ഫ്രാക്ഷൻ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ മൊളാലിറ്റിയുടെ കേസ്, മൊളാലിറ്റിയുടെ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു. നെക്സ്റ്റ് നമ്മുടെ സ്ട്രെങ്ത് ഓഫ് സോൾവെന്റ് നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ മൊളാരിറ്റി പഠിച്ചു. മൊളാരിറ്റിയും കഴിഞ്ഞിട്ട് നമ്മൾ ഈ മൊളാരിറ്റിയും ബാക്കിയുള്ളവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇക്വേഷൻസ്, ഈ ഇക്വേഷൻസ് പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇക്വേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം അല്ലെ. ഇപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് നമ്മൾ പഠിച്ചപ്പോഴും ആ ഷോർട്ട് കട്ട് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ ഈസി ആയിട്ട് നമുക്ക് ആ ന്യൂമറിക്കൽസ് സമയത്തിനുള്ളിൽ, അല്ലെ, നമുക്ക് സമയം ഇത്രയും കുറച്ച് നമ്മുടെ പ്രോബ്ലംസ് ചെയ്ത് തീർക്കണം. അപ്പൊ ആ സമയത്തിനുള്ളിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ ബേസിക് കോൺസെപ്റ്റ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ടേം ആയിട്ട് നോർമാലിറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. നോർമാലിറ്റി ഓൾറെഡി നമ്മൾ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ റിഡോക്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നോർമാലിറ്റി ആൻഡ് ഓൾ. സോ അതിവിടെ വീണ്ടും പറയേണ്ട ആവശ്യമില്ലാത്തതാണ് വീണ്ടും റിപ്പീറ്റ് അടിക്കാറുള്ളത്. ബാക്കി മൊളാരിറ്റിയും ഒക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള സീരീസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മുടെ കണ്ടന്റുകളെല്ലാം വളരെ ചുരുക്കി എന്നാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ ആക്കി തരാം. സോ നമ്മൾ ബേസിക് കോൺസെപ്റ്റ് എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? നമ്മുടെ ആറ്റംസ്, മൊളിക്യൂൾസ്, ദെൻ വാട്ട് അബൌട്ട് നമ്മൾ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്, ദെൻ നമ്മുടെ എന്താണ് ലാസ്റ്റ് നമ്മുടെ കോൺസെൻട്രേഷൻ ടേംസ്, മോൾ കോൺസെപ്റ്റ് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ആ ഇക്വേഷൻസ് എല്ലാം തന്നെ നന്നായിട്ട് പഠിക്കുക. അതിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചെയ്തു നോക്കുക. നമ്മുടെ ട്രിക്കുകളൊക്കെ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ടൈം കൺസ്യൂമിംഗ് ആയിട്ട് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് എങ്ങനെ ഒരു ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടന്റ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് കുറെ ചെയ്ത് നോക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന ആ സ്റ്റഡി മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി.
പുതുതായിട്ടൊന്നും ഒരു സ്റ്റഡി മെത്തേഡ് നിങ്ങൾ അക്യൂർ ചെയ്യേണ്ട, നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്, എല്ലാവരും ഹാർഡ് വർക്കിംഗ് ആണ്. മക്കളെ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ എഫേർട്ട് ഇടുന്നതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഈസി ആക്കി എല്ലാം മനസ്സിലാക്കി തന്നെ പഠിച്ചു. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പം മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, മറ്റൊരു ഫാസ്റ്റ് ട്രാക്ക് സീരീസുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.